ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന ലോക്മാന്യ തിലക് ടെർമിനസിലാണ്. ഇവിടെ നിന്നും നമ്മൾ കോയമ്പത്തൂരിലേക്ക് ഒരു യാത്രയാണ് പോകുന്നത്. കോയമ്പത്തൂർ പോയിട്ട് അങ്ങനെ നാട്ടിലേക്ക് പോകുന്ന പരിപാടിയാണ്. അതൊക്കെ സ്റ്റേഷനുള്ളിലേക്ക് പോകും, എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ലോക്മാന്യ തിലക് ടെർമിനസ്. നമുക്കറിയാം കേരളത്തിലുള്ള ഒരുപാട് വണ്ടികൾ പുറപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നും നമ്മൾ കോയമ്പത്തൂരിലേക്കുള്ള 11013 ലോക്മാന്യ തിലക് ടെർമിനസ് കോയമ്പത്തൂർ എക്സ്പ്രസ്സിനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഒരു വെറൈറ്റിക്ക് വേണ്ടി ഈ റൂട്ട് പിടിക്കുകയാണ് നമ്മളിന്ന്. കാര്യം KRCയിൽ കണ്ട് ബോറടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 4 നമ്മൾ ട്രെയിൻ പുറപ്പെടുന്ന ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ എല്ലാവർക്കും ലോക്മാന്യ തിലക് ടെർമിനസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 4 നമ്മുടെ കോച്ച് ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല. കോച്ച് പൊസിഷൻ കാണിക്കുന്നുണ്ട്, പക്ഷേ എങ്ങോട്ടാണ് AC കോച്ചെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ റേക്ക് ജസ്റ്റ് പ്ലാറ്റ്ഫോമിലൂടെ കൊണ്ടുവരുന്നുണ്ട്. സമയം ഇപ്പോൾ 10:35. വണ്ടി പുറപ്പെടേണ്ട സമയമായി. ഇപ്പോഴാണ് റേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് ഷണ്ട് ചെയ്യുന്നത് തന്നെ. റേക്കിന് പ്ലാറ്റ്ഫോമിലെത്തി ആൾക്കാരൊക്കെ കയറി എങ്ങനെ വരുന്നൊരു 11 മണിയെങ്കിലും ഇന്ന് പോകാൻ. ഞാൻ ലേറ്റായിട്ട് വരുന്നതുകൊണ്ട് ഞാനിനിപ്പോൾ ലോക്കോ നോക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് 171985. നല്ല തല്ലിപ്പൊളി കണ്ടീഷനുള്ള കോച്ചാണ്. ഇൻറ്റീരിയേഴ്സ് കൊള്ളാൻ കൊണ്ട് ഇൻറ്റീരിയേഴ്സ് നല്ല ക്ലീനാണ്, വെൽ കെപ്റ്റാണ്, നല്ല കൂളിംഗ് ഉണ്ട് വെച്ചിക്ക്. ഇതാണ് നമ്മുടെ കോച്ച് B4 ആണ്. ഏതാ കോച്ചെന്നൊന്നും അറിയില്ല, നമ്മൾ നാളെ നോക്കാം. എനിക്കിതുവരെ സ്റ്റാർട്ടറായിട്ടില്ല. റേക്ക് വരാൻ ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ലോക്കോ നോക്കാനൊന്നും പോയില്ല. ഇപ്പോൾ സമയം ഏകദേശം 10:56 ആയിട്ടുണ്ട്. നമ്മളിതുവരെ പുറപ്പെട്ടില്ല. 10:35 പുറപ്പെടേണ്ട വണ്ടി ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പുറപ്പെട്ടു ഫൈനലി. സമയം 11:23, അതായത് 48 മിനിറ്റ് ഡിലേയോടുകൂടി ലോക്മാന്യ തിലക് ടെർമിനസിൽ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഈ ട്രെയിൻ ഇങ്ങനെ വൈകി പുറപ്പെടൽ ഏകദേശം ഒരു സ്ഥിരം സ്വഭാവമാണ്. കാര്യം ഉച്ചയ്ക്ക് വരുന്ന റേക്കാണ്. പ്രൈമറി മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് സെയിം ഡേ രാത്രി തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ പ്രൈമറി മെയിൻ്റനൻസ് എന്തെങ്കിലും ഡിലേ, ഇൻകമിങ് റേക്കിന് ഡിലേ വന്നാലും പ്രൈമറി മെയിൻ്റനൻസ് തീരാൻ വൈകിയാലും ഒക്കെ തന്നെ ഔട്ട് ഗോയിങ് ട്രെയിൻ ലേറ്റ് ആവും. കാര്യം പിന്നെ അത് ഷണ്ട് ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ കൊണ്ടുവന്ന് തന്നെ 10:35 നമ്മൾ ഷെഡ്യൂൾഡ് ഡിപ്പാർച്ചർ ടൈമിലാണ് റേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. പിന്നെ അവർക്ക് 48 മിനിറ്റ് എടുത്തു സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടുന്ന്. നമ്മളങ്ങനെ ലോക്മാന്യ തിലക് ടെർമിനസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റോപ്പ് ധാനയിലാണ്. ധാനെ സ്റ്റോപ്പ് ഞാൻ ചിലപ്പോൾ കവർ ചെയ്യുന്നുണ്ടാവില്ല, കാര്യം നല്ല ക്ഷീണമുണ്ട്, കിടന്നുറങ്ങും. അപ്പോൾ നമുക്ക് നാളെ പകലും മുതൽ അങ്ങോട്ട് കവർ ചെയ്യാൻ വിചാരിക്കുന്നത്. ധാനയിൽ നിന്നും പ്ലാറ്റ്ഫോം 7 ട്രെയിൻ ചെല്ലുക, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒന്ന് കവർ ചെയ്തൊന്ന് വരും. ഇത് ബ്രേക്ക് ഫീൽ ടെസ്റ്റാണിത്. കാര്യം റേക്ക് ഫോർമേഷൻ ഷണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ക്രൂ ആണല്ലോ. ഇത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്. ലെഫ്റ്റ് കിടക്കുന്നത് ഭുവനേശ്വർ എക്സ്പ്രസ് ആണ്. ലോക്മാന്യ തിലക് ടെർമിനസ് ഭുവനേശ്വർ സൂപ്പർ ഫാസ്റ്റ്. ഈ റേക്ക് രാവിലെ വരുന്ന നമ്മൾ നാസിക്കിൽ വെച്ച് പ്രീവിയസ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ലോക്കോ ഏതാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അത് നമുക്ക് നാളെ പകലും എല്ലാം എവിടെയെങ്കിലും ബിഫോർ ടൈം എത്തുമോ, അല്ലെങ്കിൽ കുറച്ച് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നടന്നു പോയി നമുക്ക് നോക്കാം. കാര്യം 16ാമത്തെ കോച്ചാണ് ഈ റേക്കിൽ. അപ്പോൾ ഇത്രയും ദൂരം നടന്നു പോയി നോക്കണ്ടായിരുന്നു. അങ്ങനെ ലോക്മാന്യ തിലക് ടെർമിനസിൽ നമ്മുടെ യാത്ര തുടങ്ങി. ഇന്ന് ഒരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച രാത്രി ലോക്മാന്യ തിലക് ടെർമിനസിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടി ശനിയാഴ്ച മൊത്തം ഓടി ഞായറാഴ്ച വെളുപ്പിനെ 6-6:30 കോയമ്പത്തൂർ പോയി എത്തും. നമ്മൾ കോയമ്പത്തൂർ വരെയാണ് നമ്മുടെ യാത്ര. ഓ, എന്താ ഹൈമാസ്റ്റ് ലൈറ്റുകൾ കണ്ടോ. അപ്പം നമ്മളങ്ങനെ ഫൈനലി മെയിൻ ലൈനിലോട്ട് വന്ന് കയറുകയാണ്. മെയിൻ ലൈനിലോട്ടല്ല നമ്മൾ കയറാൻ പോകുന്നത്, നമ്മൾ 5th 6th ലൈൻ, അതാണ് ഇപ്പോഴത്തെ ശരിക്കുള്ള മെയിൻ ലൈന്. നമ്മൾ 5th ലൈനിലേക്ക് നമ്മൾ കയറും. അതേ ലൈൻ വഴി നമ്മൾ കല്യാൺ വരെ അങ്ങ് പോകും.
നമ്മൾ ഫാസ്റ്റ് ലൈൻസിലോട്ടൊന്നും കയറില്ല. AC ലോക്കല്ല, കാലിയായി, രാത്രിയായല്ലോ. കാഞ്ചൂർ മാർഗ് സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ ഠാനെ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 7 പ്ലാറ്റ്ഫോം 7 എന്താ പറയുക, നാമം നൽകിയ പ്ലാറ്റ്ഫോം 7 നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 6 വന്നത്. ഇത് ജനറൽ കമ്പാർട്ട്മെൻറ്റോട് കയറാനുള്ള ക്യൂ ആട്ടോ. പിന്നെ ഓർഡർലി ക്യൂ ആയിട്ട് ആൾക്കാരെ കയറ്റുള്ളൂ. പല ട്രെയിനുകൾക്കുള്ള ക്യൂ ആയിരിക്കും, മൊത്തം നമുക്കുള്ളതല്ല. സമയം 11:46. ഇവിടുന്ന് അത്യാവശ്യം നല്ലോണം ആൾ കയറാറുണ്ട് എല്ലാ ഇതിലും. അപ്പോൾ 11:48 ഠാനയിൽ നിന്ന് പുറപ്പെട്ടു. ഏതൊക്കെയോ കുറേ ട്രെയിൻ ക്യാൻസലിനും ഡിലേഡും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ലേറ്റ് ആണല്ലോ, നമ്മളിപ്പോൾ ഏകദേശം 1 മണിക്കൂറിനടുത്ത് ലേറ്റാണ്. അപ്പോൾ ഠാനയിൽ നിന്ന് പുറപ്പെടുന്നതോടുകൂടി ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോകണം. ബാക്കി വിശേഷങ്ങൾ അപ്പോൾ നാളെ നേരം വെളുത്തിട്ട് നമുക്ക് കാണാം. നേരം വെളുക്കുമ്പോൾ വണ്ടി ഏകദേശം സോലാപ്പൂർ 6 മണി കൂടി. ഇന്നിപ്പോൾ ഡിലേ ഉള്ളതുകൊണ്ട് 6 മണി കഴിയുമായിരിക്കും സോലാപ്പൂരത്ത്. അപ്പോൾ സോലാപ്പൂർ മുതൽ നമുക്ക് കാണാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ട്രെയിൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലായിട്ട് അറ്റാച്ച്മെൻറ്റുള്ള ട്രെയിനാണ് എനിക്ക്. കാര്യം ഞാൻ ആദ്യമായിട്ട് ബോംബെക്ക് വന്നിട്ട് അങ്ങനെ തിരിച്ചു പോയത് 1013. അന്ന് ഈ ട്രെയിൻ നമ്പർ 1013 ആയിരുന്നു. അതിനായിരുന്നു ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റുള്ള വണ്ടിയാണ്. എൻ്റെ കഥയൊക്കെ നമുക്ക് പിന്നെ ഈ വീഡിയോയിൽ തന്നെ പറയാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. നമുക്ക് നാളെ കാണാം. അപ്പോൾ ഗുഡ് മോർണിംഗ് ഫോക്സ്. നമ്മളിപ്പോൾ സോലാപ്പൂർ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. സമയം 7:32. വണ്ടി ഏകദേശം 1.5 മണിക്കൂർ ലേറ്റാണ്. 6 മണി കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തേണ്ടതായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് നേരമായി. ഇപ്പോൾ ജസ്റ്റ് എത്തുന്നതല്ല, കുറച്ച് നേരം എത്തിയിട്ട് ഞാൻ ടോയ്ലറ്റിലേക്ക് പോകുന്ന തിരക്കിലും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ കിടക്കുന്ന സിദ്ധേശ്വർ എക്സ്പ്രസ്സിൻ്റെ റേക്കാണ്. സിദ്ധേശ്വർ എക്സ്പ്രസ് നമ്മൾ മുന്നിൽ തന്നെയാണ് വന്നത്. ബോംബെയിൽ നിന്ന് ഇവിടം വരെ ആണ് ആ കിടക്കുന്നത്. എന്തായിരുന്നു കാരണം എന്നറിയില്ല. ഇന്നലെ നമ്മൾ റേക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ, ഷണ്ടി തന്നെ ലേറ്റ് ആയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും എവിടെ സമയം പോയിട്ടുണ്ട്. ഇപ്പോൾ NTS എടുത്തപ്പോൾ വണ്ടി കുടുവാടി വിടുമ്പോൾ വണ്ടി ഏകദേശം 2 മണിക്കൂറിനടുത്ത് ലേറ്റായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ടൈം ഇതുണ്ടാവും, ബഫർ ഉണ്ടാവും. കുറച്ച് ടൈം മേക്കപ്പ് ചെയ്താണ് ഇവിടെ 7:30 വന്ന് കയറിയത്. ഇതാണ് സോലാപ്പൂർ സ്റ്റേഷൻ. മറ്റേ സൈഡിൽ കാണുന്ന പ്ലാറ്റ്ഫോം 4ഉം 5ഉം ആണ്. നമ്മൾ നിൽക്കുന്നത് 3ലാണ്. അങ്ങേ അറ്റത്താണ് കോച്ചിങ് ഡിപ്പോ. അവിടെ ഷെഡ് കാണാം, അതാണ് കോച്ചിങ് ഡിപ്പോ. അവിടെ ഒരു റേക്ക് ഷണ്ടി എന്നും കാണാം. ഇപ്പോൾ കഴിഞ്ഞ വെച്ചൊക്കെ വന്നപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഫ്രൈറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ശരിക്കും കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ സോലാപ്പൂരിന് എടുത്തു. സമയം 7:36.
ട്രെയിനിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിലേ ടോയ്ലറ്റ്സിലൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. തറ ഫ്ലോർ ഉണ്ടല്ലോ, അതിൻ്റെ ഫ്ലോർ ഫ്ലാറ്റ് അല്ല. അതായത് അവിടെ ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നിട്ട് ഒരു എന്താ പറയുക സ്മെല്ലുമൊക്കെ വരും അങ്ങനത്തെ ടോയ്ലറ്റ്സിൽ. ആ ഒരു കാര്യത്തിൽ നമ്മൾ സദൺ റെയിലിലെ സമയം, സദൺ റെയിലിൽ മിക്കവാറും ട്രെയിനുകൾ, ഞാൻ AC കോച്ചുകളുടെ കാര്യം പറയുന്നത്, ടോയ്ലറ്റ്സ് നല്ല വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഞങ്ങൾ സോലാപ്പൂരിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. നമുക്ക് പ്ലാറ്റ്ഫോം എൻട്രി പിടിക്കാൻ പറ്റില്ല, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എക്സിറ്റെങ്കിലും പിടിക്കണം. അല്ല, വണ്ടി ഉണ്ട്, ഹോം സിഗ്നൽ വെയിറ്റ് ചെയ്യണത്. നമ്മളങ്ങനെ സോലാപ്പൂരിൽ നിന്ന് പുറത്തിറങ്ങി. ഓം സായ് റാം എൻ്റർപ്രൈസസ് എന്ന കമ്പനിയാണ് എൻ്റെ പാൻട്രി കാർ. ഭാഗ്യം വൃന്ദാവനമല്ല. ഇപ്പോൾ നമുക്ക് ഉടനെ ഒരു 2-3 ക്രോസിംഗ് വരാനുണ്ട്. ഒന്ന് നമ്മുടെ സോലാപ്പൂർ ഹസൻ എക്സ്പ്രസ്, ഹസൻ സോലാപ്പൂർ എക്സ്പ്രസ്, അതിപ്പോൾ ഹോം എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന് പുറകെ കർണാടക എക്സ്പ്രസ് ഉണ്ട്. ഹോമിൽ വണ്ടിയൊന്നും കാണാനില്ല. ആൻഡ്രംഗ് എക്സ്പ്രസിൻ്റെ SLR കത്തിപ്പിടിച്ച് കിടക്കുന്നു. GTയുടെ SLR എങ്ങനെ ഇവിടെ വന്നാവോ? GT ഇതുവഴി പോകുന്ന വണ്ടിയല്ലല്ലോ. കൃഷ്ണരാജപുരത്തിന് 3917 ഹാസൻ സോലാപ്പൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. ഹായ്. ഒരു ട്രാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, പാലം എന്ന റീപ്ലേസ്മെൻറ്റ് വല്ലതും കാണുമായിരിക്കും. അപ്പോൾ ഇവിടെ വലിയ യാർഡെന്തോ പണിയുന്നുണ്ട്, മേ ബി ഫ്രൈറ്റ് യാർഡോ വല്ലതായിരിക്കും. കേക്കർവാടി സ്റ്റേഷനാണ്. സ്റ്റോപ്പൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഒന്ന് സ്ലോ ഡൗൺ ചെയ്താൽ. എൻ്റെ അറിവിൽ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ദുധണിയിലാന്ന് തോന്നുന്നു. പിറ്റ് ലൈൻ പോലെ എന്തോ പണിയുന്നുണ്ട് കേട്ടോ ഇവിടെ. ചിലപ്പോൾ സോളാപ്പൂരിൻ്റെ പിറ്റ് ലൈൻ കൊണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. കണ്ടോ അവിടെ പിറ്റ് ലൈൻസ് പണിയുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലൊരു പീസ് ആൻഡ് ഹോൾഡ് ട്രെയിൻ വരുന്നുണ്ട്. സിഗ്നൽ ചുവപ്പാണ് പക്ഷേ. ചാർജ് ഇട്ടിട്ട് 37095. KK കർണാടക എക്സ്പ്രസ്.
ഇവിടെയൊക്കെ ലാൻഡ് ലെവലിംഗ് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഇവിടെ പിറ്റ് ലൈൻസ് വരുന്നുണ്ട് തോന്നുന്നു. ഇനി വല്ല സാറ്റലൈറ്റ് കോച്ചിങ് ടെർമിനലോ പണിയാൻ പോകണമെന്ന് അറിയില്ല കേട്ടോ. അങ്ങ് ദൂരെ കാണുന്ന ഫാക്ടറി ഹോട്ട്ഗിയർ തെർമൽ പവർ പ്ലാന്റ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഓടിക്കാണ്ട് എടുത്ത കയറിയാണ് പുണെ ഷെട്ടിന് 37918 ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ്. മറ്റേ 12164 ലോക്മാന്യ തിലക് ടെർമിനസ് അതല്ല, ചെന്നൈ സെൻട്രൽ ലോക്മാന്യ തിലക് ടെർമിനസ് എക്സ്പ്രസ് ആണ്. ആ ബോർഡ് കണ്ടപ്പോൾ ഒരു LTT സ്റ്റൈൽ തോന്നി. നമ്മൾ ഹോട്ട്ഗേറ്റ് സ്റ്റേഷനിലേക്ക് എത്താറായി തോന്നുന്നു. റൈറ്റ് സൈഡിലൊരു ഷണ്ടിങ് നെക്ക് വന്നിട്ടുണ്ട്. ആണ് ഹോട്ട്ഗിയിലെ പവർ പ്ലാന്റ്. എൻ്റെ അറിവിൽ തെർമൽ പവർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ കൂളിംഗ് ടവേഴ്സിനൊക്കെ ഷേപ്പ് മാറിയിട്ടുണ്ട്. മറ്റേ പഴയ ടൈപ്പ് മറ്റേ വലിയ കൂളിംഗ് ടവേഴ്സ് അല്ല കേട്ടോ. അത് തെർമൽ പവർ പ്ലാന്റ് തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല രസമുണ്ട് എന്തായാലും ഇത് കാണാൻ. നമ്മൾ റൈറ്റ് സൈഡ് ലൂപ്പിലോട്ട് കടത്തി വിടുകയാണ് അവർ. മെയിൻ ലൈനിലും ലൂപ്പിലൊക്കെ വേറെ ഫ്ലൈറ്റൊക്കെ ഉണ്ടാവുമായിരിക്കും. ഈ ഹോട്ട്ഗിയർ ജംഗ്ഷന് റൈറ്റ് സൈഡിലത്തെ യാർഡ് പഴയ മീറ്റർ ഗേജ് യാർഡാണ്. പണ്ട് ഹോട്ട്ഗി വിജയപൂർ റൂട്ട് മീറ്റർ ഗേജ് ആയിരുന്നു. അക്കാലത്തുള്ള മീറ്റർ ഗേജ് യാർഡാണത്. ഇപ്പോൾ ബ്രോഡ് ഗേജ് യാർഡാണ്. അതിനപ്പുറത്തൊരു വാപ്സൺ ഹോൾ ട്രെയിൻ കിടക്കുന്നുണ്ട്. അതാന്ന് തോന്നുന്നു ഹുബ്ലി ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ്. ഹോട്ട്ഗിയർ ജംഗ്ഷൻ വഴി റൺ ത്രൂ എന്ന് വിളിക്കാൻ പറ്റില്ല, ക്രോൾ ത്രൂ എന്ന് വിളിക്കാൻ പറ്റും. മെയിൻ ലൈനിൽ ഫ്രൈറ്ററൊന്നും ഞാൻ കണ്ടില്ല. മേ ബി വല്ല ലൈൻ ബ്ലോക്ക് വരെയല്ല, അങ്ങനെ വല്ലതാണോ എന്നറിയില്ല. അപ്പോൾ ഈ ഹോട്ട്ഗിയർ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്ന ലൈന് വിജയപുരയിലേക്ക് പോകുന്നതാണ്. വിജയപുര ബാഗൽകോട്ട് വഴി ഗദക് ജംഗ്ഷനിൽ പോയി കയറും. ഇതുവഴിയുള്ള നമ്മുടെ യാത്ര കുറേ കാലം പെൻഡിങ് ആണ്. 2-3 വർഷം മുമ്പ് ഇതുവഴി യാത്ര ചെയ്യാൻ വേണ്ടി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതാണ്. പക്ഷെ അന്ന് ട്രെയിനിൻ്റെ തന്നെ റൂട്ട് ഡൈവേർട്ടായി പോയി. നമ്മൾ 2023-ലാണെന്ന് തോന്നുന്നു മൈസൂർ ഷിർഡി മൈസൂർ എക്സ്പ്രസ്സിന് വന്നായിരുന്നു. അന്ന് ഷിർഡി മൈസൂർ എക്സ്പ്രസ് അതുവഴിയായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷേ റൂട്ട് ഡൈവേർട്ട് ചെയ്ത് അവന്മാർ ഇതുവഴി വിട്ടു. നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് വഴി വിട്ടു. അപ്പോൾ ആ റൂട്ടിൻ്റെ എക്സ്പ്ലോറേഷൻ ഇപ്പോഴും പെൻഡിങ് ആണ്. പിന്നെ അല്പം മുമ്പിലായിട്ടൊരു ഹോട്ട്ഗി ബൈപ്പാസ് ലൈനുണ്ട്. അതും കൂടി കണ്ടിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകും. അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള വഴി നോക്കണം. നല്ല വിശപ്പായി. ഈ ഫ്രൈറ്റ് കിടക്കുന്ന ലൈനില്ലേ, ഇത് തെർമൽ പവർ സ്റ്റേഷനിലേക്ക് പോകുന്ന ലൈനാണെന്ന് തോന്നുന്നു. പവേർഡാണ്. 3
32791. അതിനപ്പുറത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ലൈനാണ് ബൈപ്പാസ് ലൈൻ. അപ്പോൾ 2 ലൈനുകളിൽ ഇവിടെ, ഒന്ന് തെർമൽ പവർ സ്റ്റേഷനിലേക്ക് പോകുന്നു, ഒന്ന് ബൈപ്പാസ് ലൈനും, പിന്നെ ഹോട്ട്കി ബൈപ്പാസ് ക്യാബിൻ. ട്വിൻ ജി ലോക്കോസ് WD6G ട്വിൻസ് ഒത്തിയുടെ സിമെൻറ്റ് ടാങ്കറിലേക്കാണ്. സിമെൻറ്റ് ടാങ്കറിൽ സിമെൻറ്റ് ഹോപ്പറാണ്. കൽബുർഗി കൊലാപൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആയിരുന്നു. നമ്മുടെ അടുത്ത സ്കെഡ്യൂൾ ഹോൾഡ് ദുധണിയിലേക്ക് എത്തുന്നു. ദുധണി മഹാരാഷ്ട്ര തന്നെയാണ്. അങ്ങനെ 2 ഹോൾട്ട് ഉണ്ട് നമുക്ക് സോലാപൂരിനും കൽബുർഗി ഇടയ്ക്കും. നമുക്ക് ഇതുണ്ട്, ഇത് ദുധണി, ഇതാണ് ഗംഗാപൂർ റോഡ്, പിന്നെയാണ് കൽബുർഗി വരിക. അങ്ങനെ ദുധനി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയത്. വളരെ സ്ലോ ആയിട്ട്. പ്ലാറ്റ്ഫോമിൻ്റെ തുടക്കത്തിൽ എന്തോ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. സമയം 8:34 റെയിൽവേ ക്ലോക്കിൽ. ഇതാണ് നമ്മുടെ കോച്ച്. പകൽ വെളിച്ചത്തിലൊന്നും കാണിച്ചില്ലല്ലോ. ഇതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച്. ICF ബിൽഡാണ്. 171985 ICF ബിൽഡാണ്. അപ്പുറത്തെ ഡോറിൽ ഇതുണ്ടായിരുന്നു, ബിൽഡേഴ്സ് പ്ലേറ്റ് ഉണ്ടായിരുന്നു. B4 ലോക്മാന്യ തിലക് ടെർമിനസ് മുംബൈ കോയമ്പത്തൂർ 11013. എട്ട് 37 അനങ്ങി തുടങ്ങിയപ്പോൾ. ദുധനിയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു. അടുത്ത ഗനഗാപൂർ റോഡാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഉദ്യാൻ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. മിക്കവാറും ഗനഗാപൂർ റോഡിൽ വെച്ച് നമ്മൾ നാഗർകോയിൽ LTT എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഇതുവരെ. ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇതിനായിരുന്നു ദുധനിയിലെ സ്റ്റേഷൻ ബിൽഡിങ്. ചെറിയ സ്റ്റേഷൻസ് ആട്ടോ. ഇതായിരുന്നു പഴയ ബിൽഡിങ്. നമ്മൾ കർണാടകയിലേക്ക് കയറിയിരിക്കുകയാണ്. ഗൗഡ് ഗാവ് എന്ന് പറഞ്ഞ സ്റ്റേഷനെത്താണ്. വലുതായിട്ട് കന്നഡ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ.
ക്ലിയറൻസ് കിട്ടിയിട്ടില്ല നമ്മൾ ഇവിടുന്ന്. ഫ്രണ്ടിലെ കോച്ചിൽ വെള്ളം ലീക്കാവുന്നുണ്ട്, ഏറ്റവും ഫ്രണ്ടിൽ. ഇതാണ് നാഗർകോയിൽ ലോക്മാന്യ തിലക് ടെർമിനസ്. നാഗർകോയിൽ ലോക്മാന്യ തിലക് ടെർമിനസ് എക്സ്പ്രസ് ആണ്. വീക്കിലി അല്ല, സോറി, ആഴ്ച 4 ദിവസമുണ്ട്. ഇത് സേലം വഴിയുള്ള വണ്ടിയാണ്. ബ്രിഡ്ജ് റിവർ. എന്നാൽ പിന്നെ ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാം. ട്രെയിനിൽ നിന്ന് പിടിച്ച ബ്രേക്ക്ഫാസ്റ്റാണ്. പോഹയുണ്ട്, ഇഡ്ഡലി വടയുണ്ട്, ബ്രെഡ് ഓംലെറ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് നല്ലതൊക്കെ കമൻറ്റ് ഇടാം. ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഓൺ ദ ഹോൾ നല്ല സ്വാദുള്ള ഭക്ഷണമായിരുന്നു. നമ്മൾ ജസ്റ്റ് കലബുർഗിയിലോട്ട് കയറുന്നു. ഞാൻ ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കയറുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു, അല്ല നമ്മൾ റൈറ്റ് സൈഡിലെ പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്നത്. ആണ് മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി എടുക്കുന്നത്. നമ്മൾ കഴിക്കാൻ വരുന്ന സമയത്ത് ഗനഗാപൂർ റോഡ് സ്റ്റേഷൻ പാസ് ചെയ്തു. അതിന് വീഡിയോ എടുത്തില്ല. गाड़ी संख्या 1113 लोकमान्य तिलक टर्मिनस कोयम्बटूर जंक्शन एक्सप्रेस लोकमान्य तिलक टर्मिनस से चलकर धर्मवरम, बैंगलोर सिटी, सलेम, ईरोड के रास्ते कोयम्बटूर जंक्शन को जाने वाली प्लेटफॉर्म क्रमांक 2 पर आ चुकी है. സമയം 9:23. നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. കലബുർഗി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. एक्सप्रेस लोकमान्य तिलक टर्मिनस സേലത്തിന് ഒരു സലേം എന്നാണ് അനൗൺസ് ചെയ്യുന്നത്. 9:24 നമ്മൾ കലബുർഗിയിൽ വന്ന് നിന്നു. 9:27 പ്ലാറ്റ്ഫോമിൽ ഇവിടെ തന്നെ റിപ്പീറ്റർ സിഗ്നൽ കൊടുത്തിട്ടുണ്ട് അവർ. ഈ വളവുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ സാധാരണ റിപ്പീറ്റർ സിഗ്നൽസ് ഉണ്ടാവാറുണ്ട്. അത് ഇവിടെ റിപ്പീറ്റർ കൊടുക്കുന്നത്. അത് കണ്ട ഈ KLBG എന്നുള്ള ഡിസ്പ്ലേയുടെ തൊട്ടടുത്ത് ഒരു ഓറഞ്ച് ലൈറ്റ്, അതാണ് റിപ്പീറ്റർ സിഗ്നൽ. ഇതാണ് റിപ്പീറ്റർ സിഗ്നൽ. അതിന് ഒറ്റ ആസ്പെക്റ്റേ ഉള്ളൂ, അതിന് ഓറഞ്ച് ആസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. അത് സിഗ്നൽ ഇതായിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് ഓഫായി കിടക്കും. സിഗ്നൽ ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് സിഗ്നൽ പച്ചയോ ആംബറോ മീൻസ് ഡിപ്പാർച്ചർ ഹോം സിഗ്നലിന് എന്ത് ആസ്പെക്റ്റ് ആണോ അത് മാറിക്കഴിഞ്ഞാൽ ഇവയിൽ ആംബറാവും. നമ്മളങ്ങനെ കലബുർഗിയിൽ നിന്ന് പുറപ്പെട്ടു. നമുക്ക് കുറച്ച് നേരത്തേക്ക് കൊണ്ട് വീണ്ടും ക്രോസിങ്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഈ ക്രോസിങ് നോക്കിയിട്ട് അതിനനുസരിച്ച് വരാം. ഇതാണ് കലബുർഗി പിറ്റ് ലൈന്. സെക്കൻഡ് പിറ്റ് ലൈൻ്റെ പണി ഒന്നുമായിട്ട് തുടങ്ങിയിട്ട് പോലില്ല ഉമ്മാർ. ഇപ്പോൾ അതുകൊണ്ടിപ്പോൾ ഇവിടെ നിന്നല്ല, കലബുർഗി ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് ബെൽഗാവി വന്ദേ ഭാരതിൻ്റെ റേക്ക് ഷെയറിങ്ങിന് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ഇത് ബീദർ ഡെമോ ആണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ കലബുർഗി കഴിഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ ഷാഹാബാദ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഏതോ ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്നുണ്ടെന്ന് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. പക്ഷെ അപ്പുറത്ത് പതിവ് പോലെ ഫ്രൈറ്റർ പിടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഫുട് ഓവർബ്രിഡ്ജിനെ ഒന്ന് വർക്ക് നടക്കുക, എന്തോ വർക്ക് നടക്കുന്നു ഇവിടെ.
ഏതോ വണ്ടി വരുന്നെന്ന് തോന്നുന്നു, ഒരു സൗണ്ട് വരുമ്പോൾ തോന്നി. നമ്മൾ ഓൾറെഡി ലേറ്റാണ് വണ്ടി വരുന്നത്. വണ്ടിയെ പിടിച്ചിട്ട് പിന്നെയും വൈകിയാണെങ്കിൽ കയറ്റി വിടുക, അത് ചെയ്യില്ല. നമ്മളങ്ങനെ ഷഹാബാദിൽ നിന്ന് പുറപ്പെടുകയാണ്. ഷഹാബാദ് കല്ലിന് ഫേമസ് ആണ്. ഒരുതരം പ്രത്യേകതരം ലൈം സ്റ്റോൺ ആണ്. അത് നമ്മുടെ ഇതിന് ഉപയോഗിക്കുന്നതാണ്, എന്താ പറയുക, ഈ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. ഈ സ്റ്റേഷൻ്റെ ഫ്ലോറിങ്ങൊക്കെ ഷഹാബാദ് സ്റ്റോൺ ആണ്. അത് കുറച്ചും കൂടി ഇതാണ്, റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ളൊരു സ്റ്റോണാണത്. അത് പോളിഷ് ചെയ്താൽ നല്ല ഭംഗി വരും. ഒരു പച്ച, ലൈറ്റ് പച്ച പോലത്തെ ഒരു കളറാണ് അതിന്. ഷഹാബാദ്. ഇവിടെ ഏതൊരു പാസഞ്ചർ ട്രെയിൻ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇതുവരെ വന്നിട്ടില്ല തോന്നുന്നത്. റായ്ചൂർ വിജയപുര പാസഞ്ചർ ആയിരുന്നു തോന്നുന്നു. ഒരു AC 3 ടയറൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഹൈദരാബാദ് വിജയപുര എക്സ്പ്രസ് ആയിട്ട് ഒരു എക്സ്ഷെയർ ഉണ്ടെന്ന് തോന്നുന്നു. അതിന് 3 ടയർ. അത്യാവശ്യം ലെങ്ത്തുള്ളൊരു ബ്രിഡ്ജാണ്. കൊഗ്നി ബ്രിഡ്ജ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ദൂരെ കാണുന്ന വാടിയിലുള്ള ACC സിമെൻസിൻ്റെ ഫാക്ടറിയാണ്. അപ്പോൾ ഇന്നലെ രാത്രി സെൻട്രൽ റെയിൽവേ തുടങ്ങിയ പ്രയാണം ഏകദേശം അവസാനിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വാടി ജംഗ്ഷൻ വിടുന്നതോടുകൂടി നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് കയറും. ഈ കാണുന്നതൊക്കെ ലൈം സ്റ്റോൺ ക്വാറീസ് ആണ്. ഇതിൽ നിന്നാണ് ഷഹാബാദ് സ്റ്റോൺ കിട്ടുന്നത് കേട്ടോ. ഇത് ലൈം സ്റ്റോൺ ആണ്, അത് കണ്ടോ. അങ്ങനെ വൃത്തിക്ക് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഷഹാബാദ് സ്റ്റോൺ ക്വാറീസ് ആണ്. ഈ ഷഹാബാദ് സ്റ്റോൺ എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ തന്നെയാണ് കേട്ടോ. ഇത് ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. നമ്മളങ്ങനെ വാടി ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് കയറുന്നു. പ്ലാറ്റ്ഫോം 1 എന്നാണ് വേറസ്മ ട്രെയിൻ പറയുന്നത്. ഈ റൈറ്റിലോട്ട് പോകുന്ന ലൈൻ ACC സിമെൻസിലോട്ട് പോകുന്നതാണ്. ആ സിമെൻറ്റ് ഫാക്ടറിയിലോട്ട് പോകുന്നതാണ്, ആ കാണുന്ന സിമെൻറ്റ് ഫാക്ടറിയിലോട്ട്. ഇവിടുന്ന് നല്ല ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്രൈറ്റ് ട്രാഫിക് ഉണ്ട് കേട്ടോ. ആ ലൈൻ വെൽ യൂസ്ഡ് ആണ്. ഇവിടെ സ്വിച്ച് റീപ്ലേസ്മെൻ്റ് ആണല്ലോ. ആണോ, പുതിയ സ്വിച്ച് റെയിൽസ് ആണത്. ലോറി പ്രാന്തന്മാർക്കായിട്ട് ടിപ്പിക്കൽ നോർത്ത് കർണാടക സ്റ്റൈൽ ലോറിയാണത്. ഇതും ACC സിമെൻസിലോട്ട് പോകുന്നതാണ് ഈ ലൈനും. ഇത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന ട്രെയിനുകൾക്ക് വേണ്ടി. ഫുള്ള് പൊടിയുണ്ട്. ഇവിടെ 42589 ഭുസാവലിൻ്റെ ട്വിൻ G9s കണ്ടോ. ഇതിൻ്റെ ഒരെണ്ണം ഹൈ റൈസും ഒരെണ്ണം സാധാ. ആ ഓറഞ്ച് കളർ സാധനം ഹൈ റൈസ്, മറ്റേ സാധാ. ലോഡഡ് കോൾഡ് റേക്കാണ്. ഇപ്പോഴത്തെ ഒരു EF9K 51031
ന്യൂ കട്നി ജംഗ്ഷൻ്റെ. EF9K എന്ന് പറയുന്നത് 9000 ഹോഴ്സ് പവർ. ഇത് തന്നെയാണ് WAG9HH എന്നായിരുന്നു പണ്ടിൻ്റെ പേര്. നമ്മളങ്ങനെ വാടി ജംഗ്ഷനിലേക്ക് എത്തുന്നു. ഇവിടെ ഒരു ആക്സിഡൻറ്റ് റിലീഫ് ട്രെയിൻ ഉണ്ട്. ART സൈഡിങ് ആണത്. അങ്ങേറ്റത്തെ പ്ലാറ്റ്ഫോമിൽ ഏതോ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. LHB റേക്ക് പോലെ ഉണ്ട് കാണിട്ട്. ಕೆಲವೇ ಕ್ಷಣದಲ್ಲಿ ಪ್ಲಾಟ್ಫಾರ್ಮ್ ಸಂಖ್ಯೆ 1 ರಲ್ಲಿ ಕೆಲವೇ ಕ್ಷಣಗಳಲ್ಲಿ 10:09 നമ്മൾ വാടി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. എത്ര ഡിലേ ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം. ഇവിടുന്ന് പുതിയ TTമാരൊക്കെ കയറുന്നുണ്ട്. 10:10 നമ്മൾ സ്റ്റാർട്ടറായി കഴിഞ്ഞു ഓൾറെഡി. വണ്ടി എടുക്കുകയാണോ എന്നൊരു സംശയം. ക്രൂ ചേഞ്ചിൻ്റെ പോയിന്റ് മാറിയെന്ന് തോന്നുന്നു. 10:12 വിട്ടു. 10:09 വന്നു, 10:12 വിട്ടു. ആകെ 3 മിനിറ്റ്. അപ്പോൾ ഇവിടെ ക്രൂ ചേഞ്ച് ഇല്ലായിരുന്നു കേട്ടോ. ക്രൂ ചേഞ്ച് ലൊക്കേഷൻ അപ്പോൾ മാറിയിട്ടുണ്ട്. എനിക്കൊന്ന് സോലാപൂരിൽ നിന്ന് വരെ റായ്ചൂർ വരെ വല്ലതും പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങേറ്റത്ത് വന്നു എന്ന് ഞാൻ പറഞ്ഞ ട്രെയിന് മധുരൈ ലോക്മാന്യ തിലക് ടെർമിനസ് വീക്കിലി എക്സ്പ്രസ് ആണ്. കുറച്ച് നേരത്തേക്ക് ഇനി ഓപ്പോസിറ്റ് ലൈനിലെ വണ്ടി ഒന്നുമില്ല കേട്ടോ. ഈ ഇൻ്റർവെല്ലിന് അടുത്ത വണ്ടി നമ്മുടെ ജയന്തി ജനതയാണ്. അതുവരെ ഇൻ്റർവെല്ലിൽ വണ്ടിയൊന്നുമില്ല. നമുക്കിനി യാദ്ഗിറിലാണ് അടുത്ത സ്റ്റോപ്പുള്ളത്. അതുവരെ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ നോക്കിയ കാര്യം ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങുമ്പോൾ നേരത്തെ പോയി കിടന്നെങ്കിൽ ഞാൻ ഉറങ്ങിയപ്പോൾ ഏകദേശം 1 മണിയോളം കഴിയും. രാവിലെ 6 മണി കഴിഞ്ഞപ്പോൾ ഉണർന്നു. എനിക്ക് തിരിഞ്ഞും പറഞ്ഞാൽ കിടന്നെങ്കിൽ ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇതായിരുന്നു വാടി ജംഗ്ഷൻ. അങ്ങ് അറ്റത്ത് LHB റേക്ക് കിടക്കുന്നതാണ്. അതായിരുന്നു ലോക്മാന്യ തിലക് ടെർമിനസിലേക്കുള്ള മധുരൈ LTT വീക്കിലി എക്സ്പ്രസ്. അങ്ങനെ വാടി ജംഗ്ഷനിൽ നിന്ന് പുറത്തിറങ്ങി. അല്പം മുമ്പിലായിട്ട് നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഗുണ്ടക്കൽ ഡിവിഷനിലേക്ക് കയറും. ഇന്നും നാളെയും കൂടെ ഉള്ളത് ഗുണ്ടക്കൽ ഡിവിഷൻ. മറ്റന്നാൾ മുതൽ സെക്കൻഡറാബാദ് ഡിവിഷനാണ്. സെക്കൻഡറാബാദ് ഡിവിഷനിലേക്കുള്ള ട്രാൻസിഷൻ 1-ാം തീയതി മുതലാണ് എൻ്റെ അറിവില്ല. ഇത് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ സെക്കൻഡറാബാദ് ഡിവിഷൻ്റെ കീഴിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ട്രെച്ച് സൗത്ത് കോസ്റ്റ് റെയിൽവേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം അവർ. റായ്ചൂർ മുതൽ മുന്നോട്ട് സൗത്ത് കോസ്റ്റ് റെയിൽവേ പിന്നീട്. അതായിട്ടില്ല. ജൂൺ 1 മുതലാണ്. ഇന്ന് മെയ് 30 അപ്പോൾ ജൂൺ 1 മുതലാണ് ചേഞ്ച് വരുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും സൗത്ത് കോസ്റ്റ് റെയിൽവേ നിലവിൽ വന്നിട്ടുണ്ടാവും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ 16332 വീഡിയോയിൽ മറ്റേ സൈഡ് കാണിച്ചുകൊണ്ട് ഞാൻ അപ്പുറത്തെ സൈഡ് കാണിക്കില്ല. ഞാൻ മുഴുവൻ ഇപ്പോഴത്തെ ഈ സൈഡാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഗുണ്ടക്കൽ ഡിവിഷനിലേക്ക് കയറുകയാണ്. ഞാൻ പറഞ്ഞാൽ നിലവിൽ ഗുണ്ടക്കൽ ഡിവിഷനാണ്. പക്ഷേ അടുത്ത മാസത്തോടു കൂടി ഇത് സെക്കൻഡറാബാദ് ഡിവിഷനിലേക്ക് കൈമാറും. ഈ കാണുന്നത് പുതിയ റെയിൽവേ ലൈനിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ കാണുന്ന ലാൻഡ് ലെവലിങ് കാര്യം ഒരു വാടി ഗദഗ് എന്ന് പറഞ്ഞ റെയിൽവേ ലൈൻ പ്രോജക്റ്റ് ഉണ്ട്. ഒരു വാപ്സൺ ഹോൾ ട്രെയിൻ വരുന്നുണ്ട്.
KSR ബംഗളൂരു നാന്ദേഡ് എക്സ്പ്രസ് ആണ്. നമ്മൾ കൃഷ്ണ സ്റ്റേഷനിൽ കിടക്കുകയാണ്. കൃഷ്ണ സ്റ്റേഷനിൽ എത്തിയിട്ട് കുറച്ച് നേരമായി. ഇവിടെ വണ്ടിക്ക് വാട്ടറിംഗ് ഉണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നിറച്ചിട്ട് വണ്ടി വിടുള്ളൂ. ഇവിടെ ഇഡ്ഡലി വട കച്ചവടത്തിനുണ്ട്. വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. വെള്ളം പോകുന്ന കാണാം. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. പ്ലാറ്റ്ഫോം 2ഉം 3ഉം കാണാം. ഈ സ്റ്റേഷൻ കഴിഞ്ഞുകൊണ്ട് നമ്മൾ നേരെ കൃഷ്ണാനദി കിടക്കും. നമ്മൾ പുറപ്പെടുകയായി. ഈ സ്റ്റേഷൻ കടന്നാണ് കൃഷ്ണാനദിയാണ്. കൃഷ്ണാനദിയുടെ മുകളിൽ കൂടെ ഒരു ഫ്രൈറ്റർ വരുന്നുണ്ട് കാണാൻ. കൃഷ്ണാനദിക്ക് കൂടെയുള്ള പാലം തുടങ്ങി. ഇതൊരു ലോങ് ബ്രിഡ്ജ് കേട്ടോ. ഇതിനിടയ്ക്ക് വെച്ചാണ് തെലങ്കാന കർണാടക സ്റ്റേറ്റ് ബോർഡർ. ദേവർക്കതിരെ എന്നുള്ളൊരു ലൈന് തൊട്ട് അപ്പുറത്തായിട്ട് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് കൃഷ്ണ സ്റ്റേഷനിൽ. അതുകൊണ്ടാണ് കൃഷ്ണ ജംഗ്ഷൻ സ്റ്റേഷൻ ആയത്. ഇതൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തില്ല. ഇവിടുന്ന് കർണാടക സ്റ്റേറ്റ് ആരംഭിച്ചു. അത്യാവശ്യം നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടും കൂടുതൽ വെള്ളം ഇപ്രാവശ്യം ഉണ്ട്. നമ്മൾ റായ്ചൂർ റോഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കസുഗൂരു ആണ് സ്റ്റേഷൻ. ചിക്സുഗൂരു.
നമ്മളങ്ങനെ റായ്ചൂരിലേക്ക് കയറുകയാണ്. ഇവിടെ വെച്ച് മോസ്റ്റ്ലി നമ്മൾ കന്യാകുമാരി എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും, കന്യാകുമാരി പുणे എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. പക്ഷേ മെയിൻ ലൈനിൽ പതിപോലെ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. ക്രോസിംഗ് എന്നാൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇതാണ് റായ്ചൂർ. നമ്മളങ്ങനെ റായ്ചൂരിലേക്ക് എത്തുന്നു. പ്ലാറ്റ്ഫോം 1-ലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഭീകര തിരക്കാണല്ലോ വെയിറ്റിംഗ്. അപ്പോൾ 11:58 നമ്മൾ റായ്ചൂരിൽ എത്തിയിരിക്കുകയാണ്. റായ്ചൂർ എന്ന് പറയുന്നത് കർണാടകയിലാണ്. അവിടെ ഇത് കഴിഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ കർണാടക വീണ്ടും നമ്മളിനി ആന്ധ്രാപ്രദേശിലേക്ക് കയറും. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് അത് മന്ത്രാലയം റോഡ്, ആന്ധ്രാപ്രദേശിലാണ്. സ്റ്റാർട്ടറായിട്ടുണ്ട് 12 മണി. നമ്മൾ 12 മണിക്ക് നമ്മൾ കൃത്യമായിട്ട് പുറപ്പെട്ടു റായ്ചൂരിൽ നിന്ന്. നമ്മുടെ ജയന്തി ജനത ഇന്നലെ എത്തിയിട്ടില്ല. ജയന്തി ജനത ഇനിയും ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് സ്റ്റേഷൻ വിട്ടിട്ട് നമുക്ക് പുറത്തോട്ട് റൈറ്റ് സൈഡിലോട്ട് മാറി ജയന്തി ജനതയും കൂടെ പിടിക്കാം. നമ്മൾ 1 മണിക്കൂറിന് മേലെ ലേറ്റ് ആട്ടോ എപ്പോഴും. കാര്യം നമ്മൾ 1 മണിക്കൊക്കെ ഗുണ്ടക്കൽ എത്തേണ്ട വണ്ടിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ധർമ്മവാരത്തിന് മുമ്പായിട്ട് അത്യാവശ്യം നല്ലോണം സ്ലാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മേക്കപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ റായ്ചൂർ ജംഗ്ഷൻ സ്റ്റേഷൻ കഴിഞ്ഞു. ഇവിടെ ഗുഡ്സ് ലോഡിങ് ഉണ്ട് കണ്ടോ. അരിയോ നെല്ലോ മറ്റാണ് ഇവിടുന്ന് ലോഡ് ചെയ്യുന്നത്. കാര്യം ഇതിന് പുറത്ത് കുറേ പ്രോസസ്സിങ് യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ഗുത്തിയുടെ G9s ആണ്. റായ്ചൂർ കോട്ടയത്തുള്ള നഗരം കേട്ടോ. ഇത് ഭയങ്കര ചൂട് വരുന്ന ഒരു ടൗണാണ്. ഇവിടെ തൊട്ടടുത്തായിട്ട് തെർമൽ പവർ സ്റ്റേഷൻസ് കുറേ എണ്ണം ഉണ്ട്. റായ്ചൂരിൽ നിന്നും തുടങ്ങി ബല്ലാരി ലൈനിലോട്ട് പോകുന്ന ഒരു ലൈനുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഏർലി ഫേസസിലാണ്. ഇവിടെ ഈ എൻഡിൽ വർക്ക് തുടങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു ഇതുവരെ. അതിൻ്റെ മറ്റേ ഞാൻ കാണിച്ചിട്ടുണ്ട്. ജിനിഗേര എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് ചെല്ലുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പത്തെ ഏതൊക്കെയോ വീഡിയോയിൽ. ജയന്തി വരുന്നുണ്ട്. ജയന്തി കന്യാകുമാരി പുणे ജയന്തി ജനത എക്സ്പ്രസ് ആയിരുന്നു. ജയന്തി ജനതൻ്റെ പേര് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം മന്ത്രാലയം റോഡ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ആദ്യം താമസിച്ചാൽ നമ്മൾ തുംഗഭദ്ര നദി കടക്കും.
അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം കർണാടകയുടെ ബോർഡർ എത്താറായി. നമ്മൾ 14 ആന്ധ്രാപ്രദേശിലേക്ക് കയറും. ഇപ്പോൾ ആന്ധ്ര കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈകുന്നേരം ഹിന്ദുപ്പൂർ കഴിഞ്ഞ് നമ്മൾ കർണാടകയിലേക്ക് കയറുള്ളൂ. അതുവരെ നമ്മൾ ആന്ധ്ര തന്നെ ആയിരിക്കും. ആന്ധ്രയിൽ നല്ല ചൂടുള്ള രായലസീമ മേഖലയിലേക്ക് നമ്മൾ കയറുന്നത്. ഇവിടെ ചൂടിന് ഒരു കുറവുണ്ടെന്നല്ല, ഇവിടെ നല്ല ചൂട് തന്നെയാണ്. നമ്മൾ തുംഗഭദ്ര നദി കിടക്കുകയായി. അൺയൂഷ്വലി സമ്മർ ആണെന്നുണ്ടെങ്കിലും നദികളിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. നമ്മളിവിടെ വെച്ച് ആന്ധ്രാപ്രദേശിലോട്ട് കയറി. ഈ പ്രദേശമൊക്കെ അടുത്ത മാസം മുതൽ, അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാളോടുകൂടി സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ഗുണ്ടകൽ ഡിവിഷനിലേക്ക് മാറും. അതായത് നമ്മുടെ വാടി മുതൽ റായ്ചൂർ സ്റ്റേഷൻ വരെ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ സെക്കൻഡറാബാദ് ഡിവിഷനിലോട്ടും പോകും. റായ്ചൂർ മുതൽ ഇങ്ങോട്ടുള്ള സ്ട്രെച്ച് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ഗുണ്ടകൽ ഡിവിഷനിലേക്ക് പോകും. ഇവിടെ ഒരു മേജർ സ്ലീപ്പർ നിർമ്മാണശാലയുണ്ട്, PSC സ്ലീപ്പർ നിർമ്മാണശാല. രാഘവേന്ദ്ര സ്വാമിയുടെ മഠം മന്ത്രാലയത്തിലാണ് ലൊക്കേറ്റഡ്. മന്ത്രാലയത്തിലേക്ക് ഇവിടുന്ന് വലിയ ദൂരമില്ല. ഇവിടുന്ന് ഫ്രീക്വൻ്റായിട്ട് ബസ്സുകളും അതുപോലെ ഷെയർ ഓട്ടോ കിട്ടുന്നതാണ്. എനിക്ക് നേരത്തെ എൻ്റെ ഒരു വ്യൂവർ കമൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ മന്ത്രാലയം വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാലം മുന്നേ ആണത്. ആണ് സ്ലീപ്പർ ഫാക്ടറി. അപ്പോൾ ഒരുപാട് കാലം മുന്നേ മന്ത്രാലയം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഡിവൈൻ എക്സ്പീരിയൻസ് ആണ്. ട്വിൻ WDG-4Gs കിടക്കുന്നുണ്ട്. 49547 ആണ് ലീഡിങ്. കുത്തി ഷെഡിൽ നമ്മളങ്ങനെ മന്ത്രാലയം റോഡ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. നല്ല തിരക്ക് കയറാണ്ട് ഇവിടുന്ന്. ജനറൽ കോച്ചിലേക്കൊക്കെ ആൾക്കാർ ഇടിച്ച് കയറുന്നു കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നിലായിട്ട് ചെന്നൈ പോയിട്ടുണ്ട്. മുംബൈ CSMT ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് പോയിട്ടുണ്ട്. അതിനും ഇതേപോലെ നല്ല തിരക്ക് ഇടിച്ച് കയറിയിട്ടുണ്ടാവും. നമുക്കും ഒട്ടും മോശമല്ലാതെ തിരക്ക് ഇടിച്ച് കയറുന്നുണ്ട്. ഇപ്പോൾ 12:23 നമ്മൾ മന്ത്രാലയം റോഡ് സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് മന്ത്രാലയം റോഡ് സ്റ്റേഷനിലെ എന്താ പറയുക സ്റ്റേഷൻ ബിൽഡിങ്. ഇവിടെ ഇത് കാണാം നിങ്ങൾക്ക്. നല്ല നല്ല ഡിസൈനായിട്ടാണ് പണിതിരിക്കുന്നത്. പഴം വിൽപ്പനയ്ക്കുണ്ട്. പഴം മേടിക്കാം കുറച്ച്. അമ്മയുടെ അടുത്ത് പഴമുണ്ട്, നമുക്കന്ന് കുറച്ച് പഴം മേടിച്ചേക്കാം. എന്താണോ റേറ്റ്? കിട്ടുന്നേക്കാ കണ്ടിട്ട് നല്ല പഴമാണ്, നല്ലോണം പഴുത്തിട്ടുണ്ട്. 12:25 നമ്മൾ റെഡി ഫോർ ഡിപ്പാർച്ചർ ഓൾറെഡി അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു. ഇതാണ് സ്റ്റേഷൻ. നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങാണ്. ഇവിടുത്തെ മഠത്തിൻ്റെ അതേ ഡിസൈനാണിത്. നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ മന്ത്രാലയം റോഡിൽ നിന്ന് പുറപ്പെട്ടു.
26 മന്ദലാം റോഡിൽ നിന്ന് എടുത്തായിരുന്നു. അങ്ങനെ മന്ത്രാലയം റോഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് മെയിൻ ലൈനിലേക്ക് തിരിച്ചു കയറുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് കുറച്ചധികം നേരത്തേക്ക് ക്രോസിങ്സ് ഒന്നുമില്ല ഈ സെക്ഷനിൽ. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എനിക്ക് നാഗുടി മറ്റേ ചെന്നൈ മുംബൈ CSMT വരാനുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ നേരത്തിന് വണ്ടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ആഡോനിയിലൊരു സ്റ്റോപ്പുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ ഗുണ്ടക്കര സ്റ്റോപ്പുണ്ട്. 12:30 ആയതുകൊണ്ട് 15 ലഞ്ച് വന്നു തുടങ്ങും. നമുക്ക് ലഞ്ചിൻ്റെ വിശേഷമൊക്കെ കാണാം. പിന്നെ ഇനി ഗുണ്ടക്കലെത്തിയിട്ട് കാണാം. മിക്കവാറും ഞാൻ ആദോനി സ്കിപ്പ് ചെയ്യും. ഗുണ്ടക്കലായിരിക്കും ഇനി മിക്കവാറും കാണിക്കുന്ന സ്റ്റേഷൻ. തക്കാളി സൂപ്പ് വന്നിട്ടുണ്ട്. തക്കാളി സൂപ്പ് നല്ല ആംബിയുള്ള തക്കാളി സൂപ്പാണ്. കിടക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും കിടക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ആദോണി വിട്ടു. ഇപ്പോൾ ജസ്റ്റ് ലഞ്ച് വന്നു, ലഞ്ച് മേടിച്ച് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ പോയി ലഞ്ച് കഴിക്കാം. ടൊമാറ്റോ സൂപ്പ് നല്ല അടിപൊളി ടൊമാറ്റോ സൂപ്പായിരുന്നു. നല്ലോണം പെപ്പറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദോണി കഴിഞ്ഞു. അപ്പോൾ ലഞ്ച് വന്നിട്ടുണ്ട്. പാൻട്രിക്കാർ നല്ല ലഞ്ചാണ്. പാൻട്രിക്കാർ ലഞ്ചിനകത്ത് എന്തൊക്കെയാണ് നോക്കാം. 130 രൂപയാണ് ഇവനിത് തന്നത്. അപ്പോൾ ഇതിനകത്തുള്ളത് ഒരു കടലക്കറി, ദാള്, ഉരുളക്കിഴങ്ങ്, ഒരു സ്വീറ്റ്, ചോറ്, പിന്നെ ചപ്പാത്തി. റൂട്ടിൽ പല സ്ഥലത്തും ട്രാക്ക് മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ആണ് നമ്മളിപ്പോൾ അതൊക്കെ പോണത്. Hubballi 43136 and 38442. ഇത് എന്താണോ ലോഡ്? മണൽ പോലെ ഒരു സാധനമാണ്. സ്റ്റേഷൻ്റെ പേര് അസ്പരി നല്ലൊരു. ഈ ക്രൂവിൻ്റെ കാര്യം കഷ്ടം. പ്രത്യേകിച്ചില്ല ഈ ഗാർഡിൻ്റെ. നല്ല നട്ടപ്പൊരു വെയിലാണ് ഇവിടെ. അവിടെ ആ ഇരുമ്പ് പെട്ടിക്കകത്താണ് ഇരിക്കുന്നത്. അതിനകത്ത് ഫാനോ വെളിച്ചോ ഒന്നും ഉണ്ടാവില്ല. ഇവർ സാധാരണ ബാറ്ററി പവർഡ് ഫാനോ അല്ല ഇവരെടുത്തുകൊണ്ട് വരും. അതിൻ്റെ കാറ്റ് മാത്രമല്ല, അത് ഈ ചൂട് കാറ്റിലാണ് റീസർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഗുണ്ടക്കൽ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ധോണി എന്ന് പറയുന്ന ലൈനാണ്, ധോൺ ഗുണ്ടക്കൽ ലൈനാണ്. ഇവിടെയാണ് ഗുണ്ടക്കൽ ബൈപ്പാസ് ലൈൻ. ബൈപ്പാസ് ലൈനിൽ ഒരു G9 ഹോളിൽ ഫ്ലൈറ്റും കിടക്കുന്നുണ്ട്. നമ്മൾ ഈ ബൈപ്പാസ് ലൈൻ വഴി നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്.
ഇതാണ് ബൈപ്പാസ് ലൈൻ. ഇതുവഴി ട്രാവൽ ചെയ്യുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷിർഡി മൈസൂർ എക്സ്പ്രസിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഇത് പാർട്ട് 1 തോന്നുന്നുള്ളത്. ഈ കാണുന്നത് ആ ബൈപ്പാസിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇത് ഗുണ്ടകലിൽ നിന്നും ബെല്ലാരിയിലേക്ക് പോകുന്ന ലൈനാണ്. ഗുണ്ടകൽ, ബെല്ലാരി, ഗാദക്, ഹുബ്ലി അങ്ങനെ പോകുന്ന ലൈനാണിത്. നമ്മൾ ജസ്റ്റ് ഗുണ്ടകൽ സ്റ്റേഷനിലോട്ട് കയറാൻ പോകണം. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഗുണ്ടകൽ ഡീസൽ ലോക്കോ ഷെഡ്, അതായത് ഇപ്പോൾ ഇലക്ട്രിക് ലോക്കോ ഷെഡാണ്, അത് കാണാൻ പറ്റും നമുക്ക്. നമ്മൾ നേരെ ഗുണ്ടകൽ സ്റ്റേഷനിലോട്ട് കയറും. ഈ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ലൈൻ ഇൻ്റർവ്യൂവിൽ ഡീസൽ ലോക്കോ ഷെഡിലേക്കാണ് പോകുന്നത്. ഡീസൽ ലോക്കോ ഷെഡ് എന്നാണ് പേരുന്നുണ്ടെങ്കിലും ഇപ്പോൾ കൂടുതലും ഇലക്ട്രിക് ലോക്കോണ് ഹോൾഡ് ചെയ്യുന്നവർ. അപ്പോൾ ഇൻ ഫ്യൂച്ചർ ഈ ഡീസൽ ഇലക്ട്രിക് എന്നുള്ള നോമൻക്ലേച്ചറൊക്കെ പോയിട്ട് ജസ്റ്റ് ലോക്കോ ഷെഡ് എന്ന് മാത്രമാവും. കാണുന്നതാണ് ഡീസൽ ലോക്കോ ഷെഡ്. അതിനകത്ത് ആൽക്കോസ് കിടക്കുന്നതാണ്. അകത്ത് വാപ്പ് 4 വാഗ് 7 കിടക്കുന്നതാണ്. ഇവർക്ക് റീസെൻ്റ്ലി കുറച്ച് വാപ്പ് 4s കിട്ടി. മറ്റേ ഇവർക്ക് വാഗ് 7s മറ്റേ ഗുഡ്സ് ലോക്കോസ് മാത്രമേ ഉണ്ടാകുന്നത്. കഴിഞ്ഞിടയ്ക്ക് കുറച്ച് P4 കിട്ടിയിട്ടുണ്ട് ട്രാൻസ്ഫറായിട്ട്. വിജയവാഡ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ഷെഡ് കേട്ടോ, ഗുണ്ടകൽ ഷെഡ്. അതിന് സൈഡിലോട്ട് പുതിയ 2 ഷെഡും കൂടെ പണിതിട്ടുണ്ട്. ഇവിടുന്ന് വലിയ ദൂരമില്ല ഗുത്തിയിലേക്ക്. ഗുത്തിയിൽ വീണ്ടും ലോക്കോ ഷെഡുണ്ട്. പ്ലാറ്റ്ഫോം 1-ലേക്കല്ല കേട്ടോ, 3 തോന്നുന്നു. ശിലിഗുരിയുടെ 43066 കിടക്കുന്നുണ്ട് കണ്ടെയ്നർ റേക്കുമായിട്ട്. ക്രൂ ചേഞ്ച് ഉണ്ട്. TMR SBC. ബാംഗ്ലൂർ ഒരു സിംഗിൾ ക്രൂ ഇടുന്നു. വളരെ ലെങ്ത്തുണ്ടല്ലോ. ഇവിടുന്ന് 2 മണി 10 മണി ബാംഗ്ലൂർ എത്താൻ. നല്ല അടിപൊളി തിരക്ക് കയറാണ്ട്. ഈ വണ്ടി ഒരു സ്റ്റേഷനിൽ തിരക്കില്ലാണ്ട് വന്നിട്ടില്ല കേട്ടോ. എല്ലാ സ്റ്റേഷനും നല്ല തിരക്ക് കയറുന്നതാണ് വണ്ടിക്ക്. ഒന്ന് 56 57 അറിയില്ല ക്ലോക്കിൽ നമ്മൾ ഗുണ്ടകലിലെത്തി. വണ്ടി അത്യാവശ്യം നല്ലോണം ലേറ്റാണ്. ഇവിടെ നേരത്തെ തന്നെ TT-മാർ ഇറങ്ങി, പുതിയ TT-മാർ ഇവിടുന്ന് കയറുകയാണ്. ഇതാണ് ഗുണ്ടകൽ സ്റ്റേഷൻ്റെ ബാക്കി ഭാഗം. അപ്പോഴത്തെ 4, 5, 6, 7 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. 7 പ്ലാറ്റ്ഫോമാണ് മൊത്തമുള്ളത്. അവിടെ 2 to 157 കാണിക്കുന്നുണ്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ. ഏതൊക്കെയോ ട്രെയിൻസ് വരാനുണ്ട്. ഒരു വണ്ടി കയറി വരുന്നത്, LHB-യിലേക്ക് വണ്ടി കയറി വരുന്നത് കാണാം. 2 to 157
ചെന്നൈ പോർ മുംബൈ CSMT സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കയറി വരുന്നത്. കല്യാൺ ഷെഡിന് ലോക്കമാണ് 37979. നമ്മൾ ലേറ്റായിട്ട് ഓടുന്നതുകൊണ്ട് ഫ്രണ്ടിലോട്ട് ഞാൻ പോകുന്നില്ല ലോക്കോ നോക്കാൻ. 37979. സമയം 2-3 ഗുണ്ടക്കലിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഗുണ്ടക്കലിൽ നമ്മൾ ഇറങ്ങി. ലെഫ്റ്റ് സൈഡ് കാണിക്കാൻ ഒരു വഴിയില്ല, നല്ല തിരക്കപ്പുറത്തായിരുന്നു. ഗുത്തിയിലോട്ടുള്ള ലൈൻ ലെഫ്റ്റിലോട്ട് അങ്ങ് പോകും. ആ സത്യം പറഞ്ഞാൽ കാണാൻ പറ്റില്ല, നമ്മളെ മുമ്പ് തന്നെ തിരിഞ്ഞ്. അപ്പോൾ അങ്ങനെ ഗുണ്ടക്കൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി സ്പീഡ് പിടിച്ചു തുടങ്ങി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. കുറച്ച് ദൂരം ഇങ്ങനത്തെ ഒരു നഗരപ്രദേശം പോലത്തെ സ്ഥലത്തെ കൂടെ വണ്ടി വിടുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം. നല്ല ഭംഗിയുള്ള റൂട്ടാണത്. ഞാനൊരു ഗ്ലിംസിന് മുമ്പത്തെ 16331 വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 2 വർഷം മുമ്പായിരുന്നു ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിൽ കുറേ അധികം വിഷ്വൽസ് ഈ റൂട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ട്രെച്ച് ഉണ്ടല്ലോ, ഗുണ്ടക്കൽ മുതൽ കല്ലൂർ വരെയുള്ള സ്ട്രെച്ച് ഫുള്ള് മലകളാണ്. ഫുള്ളിങ്ങനെ മലകളുടെ ഇടയിൽ കൂടെ മൊത്തം കേർവായിട്ടുള്ള റൂട്ടാണ്. ചൂട് കാരണം ഇന്ന് ഞാൻ ശകലം ഒന്ന് കട്ട് ചെയ്തു, ഒരുപാട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. കാര്യം നല്ല ചൂടായി പുറത്ത്. പക്ഷേ ഇങ്ങനത്തെ ഈ കാണുന്ന ഇതില്ലേ, ഇതുപോലത്തെ കല്ലാണ്, ഇതുപോലത്തെ മലകളും റോക്കി മൗണ്ടൻസാണ് മുഴുവൻ ദൂരം. കണ്ടിട്ട് അത്യാവശ്യം പുതിയ ലോക്കാന്ന് തോന്നുന്നു കേട്ടോ. ഈ കാണുന്ന ലൈനാണ് ഗുത്തിന്ന് വരുന്നത്. നമ്മൾ ഈ ലൈൻ വഴി 2-3 പ്രാവശ്യം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിങ് നമ്മൾ ഇവിടെ കാച്ചിഗുഡ മധുര എക്സ്പ്രസ്സിന്, പിന്നെ അതുപോലെ പുരി യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ്, അങ്ങനെ 2-3 വണ്ടികൾ നമ്മൾ ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ട് ഗുത്തി വഴി. അപ്പോൾ നമ്മളങ്ങനെ കല്ലൂർ ജംഗ്ഷനിലേക്ക് കിടക്കുകയാണ്. പെണ്ണാർ നദിയാണ്. പെണ്ണാർ നദി പാസ് ചെയ്ത് ഉടനെ നമ്മൾ കല്ലൂർ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് കയറും. കല്ലൂർ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലെഫ്റ്റ് കടന്ന് നമ്മൾ അപ്പുറത്തുള്ള 2 ലൈനിൽ, അതാണ് മെയിൻ ലൈൻ, സൈഡിലോട്ട് പോവുകയും ചെയ്യും. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ലൈൻ പണ്ടൊരു മീറ്റർ ഗേജ് ലൈനായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അവസാനമായിട്ട് ഈ ട്രെയിനിൽ, അന്ന് 1013 ആണ്, ഞാൻ അവസാനമായിട്ട് 1013 യാത്ര ചെയ്യുമ്പോൾ ഇത് മീറ്റർ ഗേജ് ലൈനാണ്, ഈ കല്ലൂർ ലൈൻ. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ലൈൻ അന്നൊരു മീറ്റർ ഗേജ് ലൈനായിരുന്നു. ഞാൻ ഈ ട്രെയിനിൽ 1013 ഞാൻ അവസാനമായിട്ട് യാത്ര ചെയ്യുന്നത് ഓഗസ്റ്റ് 2009 അത് ഞാൻ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. അതിന് പിന്നെ ഇപ്പോഴാണ് യാത്ര ചെയ്യുന്നത്. നേത്രാവതി എക്സ്പ്രസ് പോലെ തന്നെ ഒരു
ഇമോഷണൽ അറ്റാച്ച്മെൻറ്റുള്ള വണ്ടിയാണിത്. നമുക്കിത് കഴിഞ്ഞാണ് പോയിൻറ്റ്സ് പാസ് ചെയ്യേണ്ടത്, അതാണ് ഈ പതുക്കെ പോകുന്നത്. Sana sida ini. Sana sida ini. നമ്മൾ അവിടെ നിന്ന് കല്ലൂർ സ്റ്റേഷനിലോട്ട് കയറുന്നു. അവിടെ നമ്മൾ മെയിൻ ലൈനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അവിടെ കല്ലൂർ അനന്തപുരം സ്ട്രെച്ച് ഞാൻ മിക്കവാറും ഒരു ബ്രേക്ക് എടുക്കും. കാര്യം നമ്മുടെ മുമ്പിലത്തെ വീഡിയോസ് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്ട്രെച്ച് ബ്രേക്ക് എടുത്ത് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോകണം. നമുക്ക് ധർമ്മവരം വരെ മിക്കവാറും ഒന്ന് റെസ്റ്റ് എടുക്കും. സ്പെഷ്യൽ ഓടിയ റേക്കാണ്, എം ടി റേക്ക അടച്ചു കൂട്ടിയിട്ടിരിക്കുക. ഷക്കൂർ ബസ്തി നാന്ദേഡ്. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു വണ്ടി ഉണ്ടല്ലോ. ഗുണ്ടകലിൻ്റെ വാക്സോൺ ഹോൾഡ് ട്രെയിനായിരുന്നു, തിരുപ്പതി ഗുണ്ടകൽ പാസഞ്ചർ. അപ്പോൾ നമുക്കതിന് കുറച്ച് കഴിഞ്ഞ് കാണാം കേട്ടോ. വണ്ടി ഇപ്പോൾ ധർമ്മവരം സ്റ്റേഷനാണ്. ധർമ്മവരത്തിൽ നിന്ന് വിടാറായി. നമ്മുടെ ഗുണ്ടകൽ ഒരു മണിക്കൂർ ലേറ്റ് ആകുന്ന വണ്ടിയാണ്. ധർമ്മവരം ബിഫോർ ടൈം വന്നു. ഞാൻ ആക്ച്വലി കല്ലൂർ കഴിഞ്ഞപ്പോൾ ഉറങ്ങിയായിരുന്നു. അനന്തപുരം ഞാൻ കണ്ടില്ല. ഞാൻ ഇടയ്ക്കൊരു 3:30 കഴിഞ്ഞു ഉടനെ നോക്കുമ്പോൾ വണ്ടി സ്റ്റേഷനറിയാണ്. അത് ഏതാണ് സ്റ്റേഷൻ അറിയാൻ ചുമ്മാ നോക്കി വണ്ടി ധർമ്മവരത്ത് എത്തി കിടക്കുകയാണ്. ഓൾറെഡി 3:30 എത്തി കിടക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ 3:50 പോകും. 3:50 ആവാറായി. ഇപ്പോൾ അതിൽ നമുക്ക് വണ്ടി പുറത്ത്. അപ്പോൾ അവിടെയായിട്ടാണ് ആ ഫുഡ് ട്രാക്ക് റെസ്റ്റോറൻറ്റ് അങ്ങ് ദൂരെ പുറകിലായിട്ട്. നമ്മൾ പോകുമ്പോൾ അവിടെ നിന്നായിരുന്നു ഡിന്നർ മേടിച്ചത്. അപ്പോൾ നമ്മളങ്ങനെ ധർമ്മവരം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. അല്പം ലേറ്റായി, 4:05 ഇപ്പം 15 മിനിറ്റ് ലേറ്റായി. ബിഫോർ ടൈം വരെ 15 മിനിറ്റ് ലേറ്റായിട്ട് പുറപ്പെടുന്നു. കൊണ്ടവട് എക്സ്പ്രസ് കയറി വരാൻ വേണ്ടി നമ്മൾ പിടിച്ചിട്ടാണ്. കൊണ്ടവട് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം 3 പക്ഷേ കാണാൻ വഴിയില്ല. കാരണം പ്ലാറ്റ്ഫോം 2 വേറെ റേക്ക് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല.
ഇതായിരുന്നു ധർമാവരം സ്റ്റേഷൻ. നമ്മളടുത്ത് തൊട്ടടുത്ത് കാണുന്ന ധർമാവരം മനുഷ്യപ്പെട്ട എക്സ്പ്രസ്സാണ്. അവരുടെ റൈറ്റ് സൈഡിൽ ഒരു LHB കോച്ചിൻ്റെ ബാക്ക് കാണാൻ പറ്റുണ്ടാവും. അതാണ് കൊണ്ടവൂർ എക്സ്പ്രസ്. പിന്നെ അങ്ങേ അറ്റത്ത് ജീനാൻ കിടക്കുന്നുണ്ട്. പിന്നെ ഈ പോകുന്ന ലൈനിലെ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന ലൈന് അത് മദനപ്പള്ളി വഴി പാക്കാലയിലേക്ക് പോകുന്ന ലൈനാണ്. നമ്മൾ അതുവഴി നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിലോട്ട് കയറിയിട്ട് ഫർദർ ലെഫ്റ്റിലോട്ട് കയറി നമ്മൾ സത്യസായി പ്രശാന്തി നിലയം വഴിയുടെ ലൈനിലേക്ക് നമ്മൾ കയറും. നമ്മൾ സത്യസായി പ്രശാന്തി നിലയം വഴിയാണ് നമ്മൾ പെനുകൊണ്ടയിലേക്ക് പോകുന്നത്. 2 റൂട്ടുണ്ട്. ഒരെണ്ണം സത്യസായി പ്രശാന്തി നിലയം വഴിയും ഒരെണ്ണം നാഗസമുദ്രം വഴിയും. നമ്മൾ സത്യസായി പ്രശാന്തി നിലയം വഴിയാണ് പോവുക. നാഗസമുദ്രം റൂട്ടാണ് ദൂരം കുറവ്. ഒരു നല്ലൊരു ഹോർസ് ഷൂ കർവാണിത്. നമ്മൾ ഇൻകമിങ് ട്രെയിൻ വീഡിയോയിൽ എനിക്കിത് മുഴുവൻ കാണിക്കാൻ പറ്റില്ല, കാരണം നമ്മളിവിടെ എത്തിയപ്പോഴേക്ക് ഇരുട്ടായിരുന്നു. ഓപ്പോസിറ്റ് ലൈനിലൊരു വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ട് റൈറ്റാണ്. മൈസൂർ ജയ്പൂർ എക്സ്പ്രസ്സിനെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ SSPN ലൈനിലോട്ട് കയറി. അങ്ങനെ നമ്മൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ബംഗളൂരു ഡിവിഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്ന ബോർഡായിരുന്നു ലിമിറ്റ്. ഇജ്ജത് നഗറിന് 43379 NMG റേക്കാണ്. അങ്ങനെ നമ്മൾ SSPN റൂട്ടിലോട്ട് കയറി. ഈ SSPN എത്തുന്നതിന് മുമ്പായിട്ടൊരു ടണലുണ്ട്. പിന്നെ SSPN വെച്ച് മോസ്റ്റ്ലി നമുക്കൊരു ക്രോസിംഗ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നും SSPN ലൈന് തിരിഞ്ഞു പോവാണ് മെയിൻ ലൈനിൽ നിന്ന്. ഇനി നമ്മൾ മെയിൻ ലൈനെ വീണ്ടും കാണാൻ പോകുന്നത് പെനുക്കോണ്ട എത്തുമ്പോഴാണ്. ആ ലൈൻ ഡബിൾഡാണ്. ആ ലൈനിൽ മറ്റേ പറഞ്ഞ മൈസൂർ ജയ്പൂർ എക്സ്പ്രസ് നാഗസമുദ്രം സ്റ്റേഷനിൽ വന്ന് കിടക്കട്ടെ കുറേ നേരമായിട്ട്. ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്, അതാണ് ഈ പതുക്കെ പോകുന്നത്. ആ കാണുന്ന മലകളാണ് നമ്മൾ ഗുഹ വഴി കടക്കാൻ പോകുന്നത്. ഒരു ടണലുണ്ട്. ഇപ്പം അല്പം മുമ്പിലെ ടണൽ പാസ് ചെയ്യും. മലയുടെ മുകളിൽ കണ്ടോ കല്ല് ഒരുമാതിരി കോട്ട പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന. അപ്പോൾ നമ്മൾ സത്യസായി പ്രശാന്തി നിലയം റൂട്ടിലത്തെ ഏക ടണലിലേക്ക് പ്രവേശിക്കുകയാണ്. സ്റ്റേഷനിലോട്ട് കയറുക. നമ്മൾ പ്ലാറ്റ്ഫോം 1-ലല്ല എടുക്കുന്നത്, എന്തായാലും 2-ലേക്കോ 3-ലേക്കോ കണ്ടു വിട്ടിരിക്കുന്നത്. പ്ലാറ്റ്ഫോം 3-ലേക്കാണ് നമ്മളിന്ന് വിടുന്നത്.
പ്രശാന്തി എക്സ്പ്രസ് വരാനുണ്ട്. വേറെ ഏതെങ്കിലും വണ്ടി കൊണ്ട് വന്നിട്ട് നമ്മൾ പോകാൻ വിടുള്ളൂ എന്നൊരു സംശയം. കാര്യം മെയിൻ ലൈനൊക്കെ ഫ്രീ ആയിട്ട് വയ്ക്കുന്നുണ്ട്. നമ്മളങ്ങനെ ശ്രീ സത്യസായി പ്രശാന്തി നിലയം സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. നമ്മുടെ ട്രെയിനിൻ്റെ കോച്ച് പൊസിഷൻസ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് കാണിക്കുന്നത്, 2-ലാണ് കാണിക്കുന്നത്. നമ്മൾ 3-ലേക്കാണ് വന്നത്. നാല് 38. കുറച്ച് നേരം ഇവിടെ കിടക്കുന്ന എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഇപ്പോൾ 2232-ൻ്റെ ഇത് കാണിച്ചു. 2232 എന്ന് പറയുന്നത് കൽബുർഗി വന്ദേ ഭാരതാണ്. ഇപ്പോൾ അതിൻ്റെ കോച്ച് പൊസിഷൻ കാണിച്ചു തുടങ്ങി. നമ്മളിവിടെ കുറച്ച് നേരം പോസ്റ്റാക്കിയ എന്താ കയറി വരുന്നു. 2232 ബംഗളൂരു SMBT കൽബുർഗി വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് വരുന്നത്. ഈ ട്രെയിനിനെ SMBT മാറ്റി KSR ബംഗളൂരിലേക്ക് മാറ്റാൻ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അത് എന്തായെന്ന് എനിക്കറിയില്ല. അവിടെ നടപ്പിലാക്കിയോ നടപ്പിലാക്കാൻ ബാക്കിയാണോ എന്നറിയില്ല. വന്നു നിന്നു പോയി. സ്റ്റേഷനിൽ 4 പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. ഈ ചെറിയ സ്റ്റേഷനിൽ ഒരു മനുഷ്യൻ കയറാനും ഇറങ്ങാനില്ലാത്ത സ്റ്റേഷനാണ്. ഇവിടെ 4 പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം കൂടെ പോസ്റ്റാക്കിയിട്ട് ഇപ്പോൾ പ്രശാന്തി എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. ബംഗളൂരു സിറ്റി ഭുവനേശ്വർ പ്രശാന്തി എക്സ്പ്രസ് അങ്ങേറ്റത്തൊന്ന് പതുക്കെ വരുന്ന കാണാം. അത് വിജയവാഡ ഷെഡിന് ലോക്കമാണ് 39096. ഇതാണ് പ്രശാന്തി എക്സ്പ്രസ് KSR ബംഗളൂരു ഭുവനേശ്വർ. അഞ്ച് 12 നമ്മൾ സത്യസായി പ്രശാന്തി നിലയത്തിന് സ്റ്റാർട്ട് ചെയ്യും. ശ്രീ സത്യസായി പ്രശാന്തി നിലയം SSPN. നല്ലൊരു ഹംസഫർ കോച്ച് ഉണ്ട്. പക്ഷേ ഡിസൈൻ എന്തോ ഒരു തകരാറുള്ളതാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ പെയിൻ്റ് അടിച്ചു തോന്നുന്നു. എന്തോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കാണുന്ന ഡോമ സത്യസായി പ്രശാന്തി നിലയം, അതായത് ആശ്രമത്തിൻ്റെ ഡിസൈനാണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഇതൊരു ആശ്രമത്തിൽ പോയിട്ടില്ലാണ്ട് എനിക്കറിയില്ല. പ്രശാന്തി എക്സ്പ്രസ്സും പുറപ്പെട്ടു. അത് ഗുഡ്സ് പുറപ്പെടുന്നവരെ പുറപ്പെട്ടത്. നല്ല ജോക്കോട് കൂടി റേക്കും ലോക്കോ പൈലറ്റുമാരും എല്ലാം കണക്കാം. അങ്ങനെ ശ്രീ സത്യസായി പ്രശാന്തി നിലയം കഴിഞ്ഞു. ഇതായിരുന്നു SSPN സ്റ്റേഷൻ. മൂടിക്കെട്ടി വരുന്നുണ്ട്. ഒരു മഴ പെയ്താൽ നല്ല ചൂടവിടെ. അപ്പോൾ നമ്മളങ്ങനെ പെനുക്കോണ്ട എത്താറായി. പെനുക്കോണ്ട അവിടെ മെയിൻ ലൈൻ കാണാം. അതായത് ജനപോകാരത്തു നിന്ന് പിരിഞ്ഞു പോയ മെയിൻ ലൈൻ നമ്മൾ തിരിച്ച് അതിൻ്റെ അടുത്ത് വന്ന് കയറുകയാണ്.
ഇതുവഴി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിനുള്ളിൽ ഹിന്ദുപൂർ എത്താനായിട്ടുണ്ടാവും. സത്യസായി പ്രസാദിന് എഴുതി പോയിട്ട് 2 വണ്ടി കൂടി കാത്തു കെട്ടി കിടന്ന് കമേഴ്ഷ്യലി ട്രെയിൻ ഒരു മെച്ചമുണ്ടെന്ന് തോന്നുന്നില്ല SSPനെ പോകുന്നത്. നമ്മൾ SSPN ലൈനിൽ നിന്ന് അപ്പ് മെയിൻ ലൈനിലേക്ക് ജോയിൻ ചെയ്യും. അതെന്തായാലും നന്നായി. ഇതാണ് മെയിൻ ലൈൻസ്. ഈ ലൈൻ വഴി യാത്ര ചെയ്തതിന് വീഡിയോ കാണുന്നതിന് നമ്മുടെ ഗരീബ് പുരി യശ്വന്ത്പൂർ ഗരീബ് പാർട്ട് 2 വീഡിയോ കണ്ടാൽ മതി. നല്ല അടിപൊളി റണ്ണായിരുന്നു നമുക്ക് കിട്ടിയത്. സ്റ്റാർട്ടർ ആംബർ ആണല്ലോ. അങ്ങനെ പെനുകൊണ്ട ജംഗ്ഷൻ കഴിയും. ആ കിടക്കുന്നില്ല, എല്ലാം കിയ കാറുകളാണ്. കാര്യം കിയയുടെ ഫാക്ടറി ഇവിടെ വളരെ അടുത്താണ്. അപ്പോൾ ഇവിടുന്ന് ട്രെയിനിൽ കയറ്റി വിടാനുള്ള കാറുകളാണ് തോന്നുന്നതെല്ലാം. എല്ലാം SUVസാണ്. ഞാൻ മുമ്പത്തെ വീഡിയോസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കും ഒരു മഴ കിട്ടിയാൽ കൊള്ളാം. ഇവിടെ വെച്ച് നമ്മൾ ചർലപ്പള്ളിയിലോട്ട് പോകുന്ന ഗരീബ് എക്സ്പ്രസിനെ ക്രോസ് ചെയ്യേണ്ടതാണ്. गरीब में सर जी9 जी7 है लगभग 311 पैच चार्लापल्ली यशवंतपुर चार्लापल्ली गरीब एक्सप्रेस. അപ്പോൾ നമ്മളങ്ങനെ ഹിന്ദുപൂരിലെത്തി. നല്ല മൂടലുണ്ട്, മഴയുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പുറപ്പെടാണ്. സമയം 5:58. ഒന്ന് അനങ്ങിട്ട് നിന്നു വണ്ടി, വീണ്ടും വിട്ടു. അപ്പം അങ്ങനെ ഹിന്ദുപൂരിൽ നിന്ന് വിട്ടു. നമ്മുടെ അടുത്ത സ്റ്റോപ്പിന് ഗൗരീബിദനൂരിലാണ്, അത് കർണാടകയിലാണ്.
ദോശ മേടിച്ചിട്ടുണ്ട് ഹിന്ദുപൂർന്ന്. നല്ല ദോശയാണ്. ദോശ കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ദോശയൊക്കെ കഴിച്ച് തിരിച്ച് ഡോറിലേക്ക് എത്തിയപ്പോഴും നമ്മൾ ഗൗരി ബുദ്ധനൂർ സ്റ്റേഷനെത്തി. നമ്മളിപ്പോൾ കർണാടകയിലാണ്. ദോശ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി. ഡോറിലേക്ക് എത്തിയപ്പോഴേക്കും ഗൗരി ബുദ്ധനൂർ എത്തി. ഫാമിലിയുടെ യാത്ര നമ്മൾ ഏറ്റവും വലിയ ഗുണം ഇതാണ്. നമുക്ക് പല ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കാം. ഷെയർ ചെയ്യാൻ ആളുണ്ടല്ലോ. അപ്പുറത്ത് ഗ്രേറ്റർ ഹൈറ്റ് കാർ കാരിയർ കിടക്കുന്നു. ദിസ് വാഗൺ എക്സസ് ഹൈറ്റ്. അതാണ് സാധനം. ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോഡ് എവിടെ എഴുതിയിട്ടില്ല. അത് ഈ ACT 1 ആണെന്ന് തോന്നുന്നു ട്രാൻസ്പോർട്ടേഷൻ കോഡ്. ഹൈറ്റ് കൂടുതലാണ്. മുകളിലത്തെ OH ക്ലിയറൻസ് വളരെ കുറവാണ്. കണ്ടോ, ഹൈറ്റ് കൂടുതലാണ് ഇതിന്. ഏത് ഡയറക്ഷനാണ്? ടുവേർഡ്സ് പെനക്കോണ്ട് പോകാൻ കിടക്കുകയാണത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാംഗ്ലൂരിലാണ് ഹോൾട്ട്. യലഹങ്ക ഉണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല. അത്യാവശ്യം നല്ലോണം സ്ലാക്കിലുണ്ട്. ബാംഗ്ലൂർ സമയത്ത് പോയി കയറണം. ഡിലേയിലാണ്ട് ബാംഗ്ലൂർ സിറ്റിയിൽ പോയി കയറേണ്ടതാണ് ഈ വണ്ടി. ബാംഗ്ലൂർ സിറ്റി നമുക്ക് റിവേഴ്സലുണ്ട്. അപ്പോൾ റിവേഴ്സൽ നമ്മുടെ കോച്ചിന് എൻഡിലായതുകൊണ്ട് നമുക്ക് റിവേഴ്സൽ എന്തായാലും കാണാം. അവിടെ നിന്ന് ടേക്ക് ഓവർ ചെയ്യുന്ന പുതിയ ലോക്കോ എന്തായാലും നമുക്ക് കാണാം. അവിടെ ലോക്കോ പുതിയ ടേക്ക് ഓവർ ചെയ്യുന്നത് സെയിം ലോക്കോ അല്ല റിവേഴ്സ് ചെയ്യുന്നത്. ലോക്കോടെ വെച്ച് മാറും. അവിടെ നിന്ന് കൃഷ്ണരാജപുരത്ത് തന്നെ ലോക്കോ ടേക്ക് ഓവർ ചെയ്യും. ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ പെയറിംഗ് വണ്ടി വരുന്നുണ്ട് ഓൾറെഡി. അജിനി ഷെഡിൻ്റെ ഒരു ലോക്കോ ആയിരുന്നു. നമ്മൾ ഏകദേശം മാക്കാളി ദുർഗ് ഘാട്ട് സെക്ഷനടുത്തെത്തി. അങ്ങോട്ട് പോയപ്പോൾ എനിക്കിത് കവർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. മഴ ഫോക്സ്, മഴ പെയ്തു തുടങ്ങി. നല്ല മഴയുണ്ട്. തോണ്ടേബാവി സ്റ്റേഷനാണ്. ഇവിടെ ബാക്കിലായിട്ട് സിമെൻറ്റ് ഫാക്ടറി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫംഗ്ഷനിലെല്ലാം തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ ബസവ എക്സ്പ്രസ് പോയി. ഇനിയിപ്പോൾ നമുക്ക് ഉടനെ പകൽ വെളിച്ചത്തിൽ വേറെ ക്രോസിങ്സ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ പകൽ വെളിച്ച കാഴ്ചകൾ ഏകദേശം ഇവിടെ അവസാനിപ്പിക്കാം. തൊണ്ടേപോലത്തെ പ്ലാന്റ് ഫംഗ്ഷനിലായിട്ട് ക്ലോസ് അല്ല, ലൈറ്റ് കാണാം. അപ്പോൾ ഇന്നത്തെ പകൽ വെളിച്ച കാഴ്ചകൾ നമുക്ക് ഏകദേശം ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നാം. അപ്പം നമ്മൾ മാക്കളി ദുർഗ സ്റ്റേഷൻ എത്താറായി. വീണ്ടും മഴ തുടങ്ങാം. മഴ മാറിയെന്ന് പറയാൻ വരുന്നത്. വീണ്ടും മഴ തുടങ്ങാം. മീൻവെൽ നല്ല തണുപ്പായിട്ടോ. കാറ്റ് നല്ല അടിപൊളി തണുപ്പായി. ഇപ്പോൾ ഏഴ് 31 ജസ്റ്റ് ഒന്ന് അൺസ്കെഡ്യൂൾഡായിട്ട് യലഹങ്ക കൊണ്ട് നിർത്തി ഓട്ടം എടുത്തു കേട്ടോ. ജസ്റ്റ് നിർത്തിയെടുത്തു. അതായത് ലഗേജ് ഒരു ഡോറിലുണ്ടാകുന്ന ആൾക്കാർക്ക് ഇറങ്ങിപ്പോകാൻ പറ്റി. അങ്ങനെ യലഹങ്കയിൽ നമ്മൾ നിർത്തിയെടുത്തു. അപ്പോൾ ഈ കണക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കറക്റ്റ് ടൈമിന് സിറ്റിയിൽ പോയി കയറും. ബാംഗ്ലൂർ സിറ്റി ജംഗ്ഷനിൽ കറക്റ്റ് ടൈമിന് പോയി കയറും. പ്ലാറ്റ്ഫോം 3 ചെല്ലുന്നതാണ് NTS പറയുന്നത്. यशवंतपुर जंक्शन लातूर एक्सप्रेस कुछ ही समय में प्लेटफॉर्म क्रमांक
1 पर आ रही है. ಪ್ರಯಾಣಿಕರ ಗಮನಕ್ಕೆ ಗಾಡಿ ಸಂಖ್ಯೆ 1 6 5 8 3 ഈ ട്രെയിനിലെ ഡിന്നർ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഈ ട്രെയിനിൽ ചപ്പാത്തി സബ്ജി ഉണ്ട്, നല്ല ഫ്രൈഡ് റൈസ് വിത്ത് ഗോബി മഞ്ചൂരിയൻ ഉണ്ട്. ഇതാണ് ചപ്പാത്തി സബ്ജിയുടെ സബ്ജി. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണിതാ. ചപ്പാത്തി ഉണ്ട്, 5 എണ്ണം ഉണ്ട്, ഒരു കൂട്ടാനുണ്ട്, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ ഗോബി മഞ്ചൂരിയൻ ഉണ്ട്. എല്ലാം കൂടി ഈ 4 ഐറ്റം കൂടി ചേർന്ന് 230 രൂപയാണ് അത്. നമ്മൾ കുറേ നേരമായിട്ട് നമ്മൾ ധണിസാന്ദ്രയ്ക്ക് അടുത്ത് വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ വിട്ടുള്ളൂ ചന്നസാന്ദ്രയിലേക്ക്. ഏകദേശം അരമണിക്കൂറോടൊപ്പം നോക്കി. കുറച്ച് അധികം നേരം നമ്മൾ ചന്നസാന്ദ്രയ്ക്ക് അപ്പുറത്ത് പോസ്റ്റാക്കിയായിരുന്നു. പോസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ചന്നസാന്ദ്ര ബയ്യപ്പനഹള്ളി ലിങ്ക് ലൈനിൽ കൂടെ ടുവേർഡ്സ് ബയ്യപ്പനഹള്ളി പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ഫുൾ മൂൺ നൈറ്റാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് വെളിച്ചമുണ്ട് ആകാശത്ത്. ഒരു ഡബിളിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ ഹൊസൂർ യശ്വന്ത്പൂർ പോകുന്ന ലൈന്. യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് നമ്മുടെ കൊച്ചുവേളി ഗരീബത്തൊക്കെ പോകുന്ന റൂട്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് കയറുന്നു. മഴ പെയ്ത് വെള്ളം വീഴുന്നതിന് മാതിരി ഐസ് പോലെ തണുത്തായിരിക്കുന്നത്. ഇവിടെ ഏതോ ഒരു ട്രെയിൻ കാത്തു കിടക്കണ്ടായിരുന്നു നമുക്ക് ക്രോസ് പറയാൻ വേണ്ടി. ത്രീ 7712 വാർപ്പ് 7 ആണ്. ഏതാ വണ്ടി നൂറിന് പിടിയില്ല. മഴ പെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ലെൻസിൽ കാണാം. ഒരു WDP-4 ട്രെയിനാണ്, ഷണ്ടിങ് ആണെന്ന് തോന്നുന്നത്. നമ്മളങ്ങനെ ബംഗളൂരു ഈസ്റ്റ് സ്റ്റേഷനോട് പ്രവേശിക്കുന്നു. ഈസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞിടയ്ക്കാണ് അവർ റീഓപ്പൺ ചെയ്തത്. മറ്റേ അത് ക്ലോസ്ഡ് ആയിരുന്നത് ഈ കോഡ് റൂട്ടിംഗ് വർക്കിന് വേണ്ടി. കഴിഞ്ഞിടയ്ക്ക് റീഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഇവിടെയൊക്കെ നല്ലോണം മഴ പെയ്തിട്ടുണ്ട്. കാരണം ട്രാക്ക് സൈഡിലൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ഇവിടെയാണ് ബംഗളൂരു ഈസ്റ്റ് സ്റ്റേഷൻ വരുന്നത്. മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ബംഗളൂരു ഈസ്റ്റ്. ഷെൽട്ടറും അങ്ങനത്തെ സാധനങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ. സ്റ്റേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല ഇതുവരെ.
ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്, എന്തോ വരുന്നുണ്ട് ഇവിടെ. ഷെൽട്ടറിൻ്റെ കാലൊക്കെ വെച്ചിട്ടുണ്ട്, ഷെൽട്ടർ വന്നിട്ടില്ല. മഴയാണ്, ഞാൻ ഒരുപാട് നേരം നിൽക്കുന്നില്ല. സമയം 8:53. ഈസ്റ്റ് സ്റ്റേഷൻ്റെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര മോശമാണ്, വളരെ മോശം അവസ്ഥയാണ്. ഇവിടെ നല്ലൊരു മരവും നല്ല അടിപൊളി സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചു കളഞ്ഞു. പഴയ ബോർഡ് മാത്രം ബാക്കി. ഇതാണ് പഴയ ബോർഡ്. ആ ബോർഡ് മാത്രം ബാക്കിയുണ്ട്, ബാക്കി എല്ലാം പോയി. ഇവിടെ ഇത്തിരി ദൂരം ഷെൽട്ടർ ഇട്ടിട്ടുണ്ട്. ഇതാണ് പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ്. ക്വാഡ്രൂപ്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഷിഫ്റ്റ് ചെയ്താണ് സ്റ്റേഷൻ ബിൽഡിംഗ്. പ്ലാറ്റ്ഫോം ഒക്കെ കൊള്ളാം, അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ കന്റോൺമെൻറ്റിലേക്ക് എത്തുന്നു. കന്റോൺമെൻറ്റ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. പകൽ സമയത്ത് വളരെ തിരക്കുള്ളൊരു വന്ദേ ഭാരത് ടെർമിനസാണ്. രാത്രി ആകുമ്പോൾ കാര്യമായിട്ട് വണ്ടിയൊന്നുമില്ല. അല്ലെങ്കിൽ SMATക്ക് അവർ ഇതിനെ ഒരു നല്ലൊരു ടെർമിനസായിട്ട് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളങ്ങനെ BNCയിലെത്തി. ഇവിടെ ഇതൊരു റൂഫിൻ്റെ വർക്കൊന്നും ഒന്നും ആയിട്ടില്ല, ഇപ്പോൾ സ്ട്രക്ചർ നിൽക്കുന്നേ ഉള്ളൂ. എസ്കലേറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങി. Passengers, kindly attention please. Train number 16563 Kalburgi Express will depart from platform number 1D at 22 hours. यात्रीगण कृपया ध्यान दें, गाड़ी संख्या 16563 कलबुर्गी जाने वाली कलबुर्गी एक्सप्रेस प्लेटफॉर्म संख्या 1D से 22 बजे रवाना होगी. ഇവിടെ ഇപ്പോഴും മഴ ചാറ്റലുണ്ട്. സമയം 9:03 കേട്ടോ. 9:03 ആയപ്പോൾ കന്റോൺമെൻറ്റിലെത്തി. ഒന്നും വലിയ ഡിലേ ഇല്ലാണ്ടപ്പോൾ സിറ്റിയിലെത്തും. 9:05 സിറ്റിയിലെ ടൈം. ഒരു 9:15 ആകുമ്പോഴേക്കും സിറ്റി പോയി കയറുമെന്ന് എനിക്ക് തോന്നുന്നത്. മഴ ചാറുന്നുണ്ട്. 9:05 നമ്മൾ പുറപ്പെട്ടു. ഈ സ്റ്റേഷന് വർക്ക് നടക്കുന്നതിന് ഇവിടെ വന്നിറങ്ങുന്ന യാത്രക്കാരുടെ അവസ്ഥ ദുരിതമാണ്. വെള്ളമാണ് എല്ലാ സ്ഥലത്തും. ഇപ്പോഴത്തെ വന്ദേ ഭാരത് പ്ലാറ്റ്ഫോംസിലും ആദ്യത്തെ കുറച്ച് ദൂരം ഷെൽട്ടറൊന്നുമില്ല. കാര്യം ഇവിടെ മറ്റേ പൊക്കത്തുള്ള ഷെൽട്ടറാണ് വരേണ്ടത്. അതിൻ്റെ വർക്കൊന്നും ആയിട്ടില്ല. ഇതാണ് പുതിയ സ്റ്റേഷൻ ബിൽഡിങ്. അതിൻ്റെയും വർക്കൊന്നും ആയിട്ടില്ല, നടക്കുന്നേ ഉള്ളൂ ഇപ്പോഴും. പിന്നെ അതിനകത്തൊന്ന് ടിക്കറ്റ് കൗണ്ടറും ഒക്കെ വരാൻ പോകുന്നത്. കാര്യം ഇവിടെ ജനലും ഇതൊക്കെ കാണാം. ടിക്കറ്റ് കൗണ്ടേഴ്സിന് ക്യൂ ഒക്കെ കാണാം അവിടെ. നല്ല ഒരു ബഡ്ജറ്റ് അക്കോമഡേഷൻ ഉണ്ടായാൽ മതി ഇതിനകത്തൊക്കെ. അപ്പോൾ അങ്ങനെ കന്റോൺമെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങാണ്. മഴ പെയ്തപ്പോഴേക്കും നല്ല തണുപ്പായിട്ടോ. വെള്ളം വീഴുന്ന മഴവെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. ബംഗളൂരു എക്സ്പ്രസ് അങ്ങനെ കന്റോൺമെൻറ്റ് സ്റ്റേഷൻ കഴിഞ്ഞു. ഇവിടുത്തെ ബ്ലോക്ക് കണ്ട അമ്പോ, ബ്ലോക്കില്ലാണ്ട് എന്ത് ബാംഗ്ലൂർ അല്ലേ. നമ്മൾ സിറ്റി സ്റ്റേഷനിലോട്ട് പ്രവേശിക്കണം. ഹോം സിഗ്നലൊന്നും പിടിച്ചിട്ടില്ല.
ഹോം സിഗ്നലൊക്കെ ക്ലിയർഡ് ആയിരുന്നു. നമ്മൾ വന്ന് നേരെ അകത്തോട്ടം കയറി. ഇവിടെ ഷണ്ടിങ് ലൈനിലൊരു ലോക്കോ ഉണ്ട്. ലോക്കോ മാത്രമേ റേക്കോ ഉണ്ടോയെന്ന് അറിയില്ല. നല്ല മഴ. ഈ മഴയത്ത് നമ്മൾ എങ്ങനെ പോയി റിവേഴ്സിൽ കാണും? വാപ്സാണ് 37761. ഇതിപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന ലോക്കോ ആയിരിക്കും. കൃഷ്ണരാജപുരത്തിൻ്റെ 37761 വാപ്സാണ്. ഇക്കുറി ഇതായിരിക്കും അപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നതിന്. നമ്മുടെ ലോക്കോ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞു അങ്ങ് കാണാം. പ്ലാറ്റ്ഫോം 3 ആണെന്ന് തോന്നുന്നു. 3ലാണ് പതിവ്. 4 ആണെങ്കിൽ നമ്മുടെ സൈഡിൽ തന്നെയാണ് പ്ലാറ്റ്ഫോം. ഈ കാണുന്ന പ്ലാറ്റ്ഫോം 1 സാധാരണ കർണാടക എക്സ്പ്രസ് വഴി. ഇനിയിപ്പോൾ മിക്കവാറും ഇവിടുന്ന് മെയിലേ ഉണ്ടാവുള്ളൂ വണ്ടി. ചെന്നൈ മെയിൽ, വേറെ വണ്ടി ഒന്നും ഇടയ്ക്കുണ്ടാവില്ല. രാജധാനിയും പോയി കഴിഞ്ഞു. 2 സാധാരണഗതിയിൽ നമ്മുടെ ഇവനെ കൊണ്ടുവന്ന് കയറ്റും. ബാംഗ്ലൂർ ഇൻ്റർസിറ്റി, എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി 2 കൊണ്ടുവന്ന് കയറ്റും. 3 കിടക്കുന്നത് മരിക്കുപ്പം മെമു. നമ്മൾ 4ലാണ്. മഴയാണെങ്കിൽ ലോക്കോ ചേഞ്ച് കാണാൻ പോയില്ല. മഴയാണെങ്കിൽ നമുക്ക് നാളെ കോയമ്പത്തൂർ എടുത്തിട്ട് നമ്മളെ ലോക്കോ കാണാം. മഴ ചാറുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു സൈനസൈറ്റിസ് കഴിഞ്ഞ് ക്ലിയർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വീണ്ടും മഴ നനയാൻ താല്പര്യമില്ല. അപ്പോൾ 9:17 നമ്മൾ KSR ബംഗളൂരുവിലേക്ക് എത്തി. അത്യാവശ്യം ആൾക്കാർ ഇറങ്ങാണ്ട്. പക്ഷേ ഇന്നലെ ചാർട്ട് നോക്കുമ്പോൾ എല്ലാം കോയമ്പത്തൂർ ടിക്കറ്റായിരുന്നു. ആൾക്കാർ കോയമ്പത്തൂർ ടിക്കറ്റ് അടിച്ചിട്ട് ഇവിടെ ഇറങ്ങാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ കോച്ചിൽ കാലി പോകും. പ്ലാറ്റ്ഫോം 4 അങ്ങനെ ഒരുപാട് വണ്ടികൾ വരുന്നൊരു പ്ലാറ്റ്ഫോം അല്ല. അതുകൊണ്ട് ഇവിടെ ഒരുപാട് കടകളോ അങ്ങനത്തെ അതൊന്നുമില്ല. ഇവിടെ വെൻഡറോ നിൽക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ ഷെൽട്ടറിന് എൻ്റെ ഒരു നടന്നു നോക്കി. മഴ നിന്നെങ്കിലൊന്ന് പോയി ലോക്കോ ചേഞ്ച് കാണിച്ചാൽ നല്ല മഴ എപ്പോഴും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് നാളെ രാവിലെ നമ്മുടെ ലോക്കോ ഞാൻ നോക്കാം. ഇതാണ് ബാംഗ്ലൂർ സിറ്റി സ്റ്റേഷൻ്റെ ഒരു പിറ്റ് ലൈന്. പ്ലാറ്റ്ഫോം നമ്പർ 4 തൊട്ടപ്പുറത്താണ് ഈ പിറ്റ് ലൈന്. പിന്നെ അപ്പുറത്ത് പിന്നെയുണ്ട് 2 പിറ്റ് ലൈനും കൂടി. അപ്പോൾ ഇവിടുന്ന് ചെന്നൈ മെയിലിലെ റേക്ക് ജസ്റ്റ് പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ സമയം ഇപ്പോൾ 9:52 നമ്മളിതുവരെ പുറപ്പെട്ടിട്ടില്ല. ഇനിയും പുറപ്പെടാൻ സമയമുണ്ടെന്ന് തോന്നുന്നു. ചെന്നൈ മെയിലിലെ റേക്ക് ഒരു ഷണ്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആ ഷണ്ടിങ് കഴിഞ്ഞിട്ടേ നമ്മളെ വിടാൻ സാധ്യതയുള്ളൂ. തൊട്ടപ്പുറത്ത് കൂടി ഈ റോഡിൻ്റെ 30717 കയറി വരുന്നുണ്ട്. ഇത് ലാൽബാഗ് എക്സ്പ്രസ് ആയിരിക്കണം. ഒരു ഹോണടി കേട്ട് നമ്മുടെ ആണോ എന്നറിയില്ല. ഇപ്പോൾ സമയം 10:12 നമ്മൾ വിടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യണം. ഞാൻ അപ്പോഴൊക്കെ പോയി കിടന്ന് ഉറങ്ങാൻ പോകണം. ടൂട്ടിക്കോറിൻ എക്സ്പ്രസ് ജസ്റ്റ് പോയിട്ടേ ഉള്ളൂ. അതിന് കൻറ്റോൺമെൻറ്റ് എത്തിയാലേ നമുക്ക് ഇവിടുന്ന് ക്ലിയറൻസ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ കാത്തു നിൽക്കുന്നില്ല. ഞാൻ എന്നാൽ പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ബാക്കി വിശ്വസമായിട്ട് നാളെ രാവിലെ വീണ്ടും കാണാം. ശുഭരാത്രി. 10:14 KSR ബംഗളൂരിൽ നിന്ന് നമ്മൾ വീണ്ടും ഇറങ്ങായി. വന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ വണ്ടി തരത്ത് പുറപ്പെട്ടു. നമ്മൾ 10:14 എന്ന് പറയുമ്പോൾ നമ്മൾ 24 മിനിറ്റ് ലേറ്റാണ്. മഴയൊക്കെ നിന്നു കേട്ടോ. പൂർണ്ണമായിട്ട് നിന്നിട്ടില്ല, ഇപ്പം ചാറുന്നുണ്ട്. ഞാൻ കിടക്കാൻ പോകാൻ തുടങ്ങുമായിരുന്നു. ഞാൻ ജസ്റ്റ് ചെന്ന് ബാഗൊക്കെ വെച്ച് കിടക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ വീടാണെങ്കിൽ തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ക്യാൻറ്റോൺമെൻറ്റ് സ്റ്റേഷനിൽ നിർത്തും. അത് കഴിഞ്ഞാൽ ഹൊസൂറാണ് പിന്നെ സ്റ്റോപ്പുള്ളത്. അപ്പോൾ അത് ഞാൻ കാണിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ പതുക്കെ പോയി കിടന്ന് ഉറങ്ങാൻ പോകണം. നമുക്കിനി നാളെ രാവിലെ പ്രോബ്ലി തിരുപ്പൂരോ മുതലോ എല്ലാം നമുക്ക് പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കാണാം.
എന്തായാലും എനിക്കൊന്ന് തിരുപ്പൂർ എത്തുമ്പോൾ നേരം വെളുക്കം തോന്നും. നമുക്ക് അവിടെ മുഴുവൻ നമുക്ക് കാണാം. അപ്പോൾ അതായിരുന്നു ക്രാന്തിവീര സംഗൊള്ളി റായണ ബംഗളൂരു സ്റ്റേഷൻ അഥവാ KSR ബംഗളൂരു. അപ്പുറത്ത് കിടക്കുന്നത് ചെന്നൈ മെയിലാണ്. അപ്പം എന്നാൽ പിന്നെ നമുക്ക് നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് മോർണിംഗ് ഫോക്സ്. നമ്മളങ്ങനെ കോയമ്പത്തൂരിലേക്ക് എത്താറായി. വണ്ടി ഇരികൂർ കഴിഞ്ഞ പീലമേട് എത്തുകയായി. ഞാൻ എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ച വണ്ടി തിരുപ്പൂരൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. എടുത്ത് നോക്കുമ്പോൾ വണ്ടി ഇരികൂർ കഴിഞ്ഞിരിക്കുന്നു. കറക്റ്റ് ഡോറിലെത്തി വെച്ച വണ്ടി പോയി. ചെന്നൈ സെൻട്രലിലേക്കുള്ള മെമു അല്ല വന്ദേ ഭാരത്. ആറ് 50 നമ്മൾ ഇവിടെ എത്തേണ്ടത്, കോയമ്പത്തൂർ എത്തേണ്ടത്. സമയം ഇപ്പോൾ 6:11 ഉള്ളൂ. നമ്മൾ നോർത്ത് എത്താറായി. നല്ലോണം ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. ഇനിയിപ്പോൾ പിടിച്ചിട്ട് ലേറ്റ് ആക്കില്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മളങ്ങനെ നോർത്ത് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അങ്ങനെ കോയമ്പത്തൂർ നോർത്ത് CBF സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഇതാണ് നമ്മുടെ മേട്ടുപ്പാളയം ലൈന്. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു G9 ഹോളിൽ ട്രെയിൻ വരുന്നുണ്ട്. കൃഷ്ണരാജപുരത്തിന് 43985. കോയമ്പത്തൂർ തിരുപ്പതി ഇൻ്റർസിറ്റി എക്സ്പ്രസ്. കാര്യമായിട്ട് വണ്ടി ആരും തന്നെ ഇല്ല. അപ്പോൾ ചെന്നൈ ഇൻ്റർസിറ്റി ചെന്നൈ ഇൻ്റർസിറ്റിൻ്റെ പുറകെയാണല്ലോ. ഇതിലും SR പോയി ഭാര്യ വന്നു തുടങ്ങി. അങ്ങേയറ്റത്ത് കിടക്കുന്നത് നമ്മുടെ 7:50 പോകേണ്ട കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് ആണ്. 16323. അതിൻ്റെ റേക്ക് നോർത്തിലാണ് കൊണ്ടുവന്നിടുന്നത്. കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ ഒരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. ഒരു പ്ലാറ്റ്ഫോമും ഒരു സ്റ്റേബിളിംഗ് ലൈനും പുതുതായിട്ട് വരുന്നുണ്ട്.
ആണ് പുതിയ സ്റ്റേഷൻ ബിൽഡിങ്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിലെത്തി. കിടക്കുന്ന മയിലാടുതുറയ്ക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്, അല്ല ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6:38 നമ്മൾ കോയമ്പത്തൂർ എത്തിയത്. കോയമ്പത്തൂർ എത്തിയപ്പോൾ കുറച്ച് നേരമായി. അപ്പോൾ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമുക്ക് ഇനി ഫർദർ അങ്ങോട്ട് ബസ്സിന് പോകണം. അതിന് വീഡിയോ എടുക്കുന്നില്ല. മീനുവല്ല അപ്പുറത്ത് ബാംഗ്ലൂരിലുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റ് രേഖപ്പെടുത്തുക. നമുക്കത് വീണ്ടും മറ്റൊരു അടിപൊളി പുതിയ വീഡിയോയിൽ കാണാം. This is Vinay Shankar signing off from Platform 7. See you again in another video. Until then, bye-bye.